ശ്രേഷ്ഠനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സന്ധ്യാവന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ രാത്രിയിലും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ തന്നു. ഇന്നും നമ്മളെ ഇത്രയും പേരെ നമ്മുടെ കർത്താവ് കൂട്ടിവരുത്തി നമ്മൾ ദൈവസന്നിധിയിൽ ആയിരിക്കുകയാണ്. പ്രാരംഭമായിട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ നിറഞ്ഞ നല്ല ആത്മീക ഗാനങ്ങൾ പ്രിയ സഹോദരി സഹോദരന്മാർക്ക് പാടുവാനും നമുക്കൊരുമിച്ച് അവരോട് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കൃപ നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ച ദൈവദാസനായിട്ട് സ്തോത്രം. വാക്യങ്ങൾ വായിക്കുവാൻ പ്രിയ സഹോദരൻ എവിടെയുണ്ട്? പ്രിയപ്പെട്ടവനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതും ഒരു വലിയ ശുശ്രൂഷയാണ്. ഇന്നലെ നമ്മൾ ആരംഭിച്ച വിഷയം നമ്മൾ തുടരുകയാണ്. ദൈവിക സന്ദർശനങ്ങൾ എന്നുള്ള ഒരു വിഷയമാണ്, ഗോഡ്സ് വിസിറ്റേഷൻ. ആ വിഷയത്തെ ആധാരമാക്കിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു മുഖവുര എന്ന വണ്ണം ചില ആശയങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളെല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വളരെ ക്ഷീണരാണ് എന്നെനിക്കറിയാം. ഇനിയും ഒന്നുറങ്ങണമെങ്കിൽ അടുത്ത ദിവസമാകണം. പിന്നെയും രാവിലെ എഴുന്നേൽക്കണം, ജോലിക്ക് പോകണം. വളരെ ബുദ്ധിമുട്ടാണ്. ഇത് വീക്കെൻഡ് അല്ല, വീക്ക് ഡേയ്സ് ആണ്. എന്നാൽ നിങ്ങൾ ദൈവവചനത്തോടും കർത്താവിനോടും നിങ്ങൾക്കുള്ള ഈ അദമ്യമായ സ്നേഹം തീർച്ചയായിട്ടും ദൈവം മാനിക്കുകയും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ന്യായപ്രമാണം നമ്മൾ ആചരിക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനം നമ്മൾ അനുസരിക്കുമ്പോൾ, കേൾക്കുമ്പോൾ അത് വളരെ പ്രതിഫലം നൽകുന്നതാണ്. അത് നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അത് വളരെ ആശ്വാസത്തിന് കാരണമായി തീരും. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് എൻ്റെ വചനത്തെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്റ്റോർ ചെയ്യുകയാണ്, സംഗ്രഹിക്കുകയാണ്. അപ്പം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ പ്രയോജനം ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് എത്രയധികം നമ്മൾക്ക് കേൾക്കാനിടയായിത്തീരുന്നോ, അത് ഗ്രഹിക്കാനിടയായിത്തീരുന്നോ, ധ്യാനിക്കാനിടയായിത്തീരുന്നോ, അത് നമുക്ക് പ്രാവർത്തികമാക്കാനിടയായിത്തീരുന്നോ, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സാധാരണ വിദേശത്തൊക്കെ പോകുമ്പോൾ മലയാളത്തിനൊന്നും വലിയ പ്രാധാന്യമില്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒമാൻ്റെ മണ്ണിൽ നിങ്ങൾ മലയാളത്തോട് കാണിക്കുന്ന ഈ ഒരു നല്ല പ്രതിബദ്ധതയിൽ വളരെ നല്ല ഒരു പ്രശംസനീയമായ കാര്യമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെയുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അവർ നല്ലതുപോലെ മലയാളം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു വലിയ സന്തോഷമാണ്. എന്തോ മലയാള ഭാഷയോടുള്ള അദമ്യമായ ആ സ്നേഹമായിരിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവ് സഹായിക്കട്ടെ. അവരൊക്കെ ദൈവവചനം കേവലം കേൾക്കുക മാത്രമല്ല, എൻ്റെ കയ്യിലുള്ളതുപോലെ തന്നെ ഒരു ബൈബിളും ഒരു സ്പൈറലും അല്ലെങ്കിൽ ഒരു ഡയറിയും ഈ മുമ്പിലിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ കയ്യിൽ പോലും ഉണ്ട് എന്നുള്ളത് വളരെ ഒരു ആശ്വാസകരമായ കാര്യമാണ്. കഴിഞ്ഞ രാത്രിയിൽ കാര്യമായിട്ടൊന്നും എഴുതാൻ കിട്ടിയില്ല, അതിന് ഞാൻ അനുവദിച്ചില്ല എന്നൊരു പരാതിയുണ്ട്. അതുകൊണ്ട് നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങളിവിടെ ഉണ്ട്, സഹോദരന്മാർ പുറകിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങൾ പുറകാലെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് ഞാനൊരു സ്വല്പം കൂടെ സ്പീഡൊക്കെ കുറച്ച് പോകാം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയൊക്കെ ആഗ്രഹിച്ചാണ് മീറ്റിംഗ് ആരംഭിക്കുന്നത്, പ്രസംഗം തുടങ്ങുന്നത്. പക്ഷേ പിന്നീട് ഓട്ടോമാറ്റിക്കലി അങ്ങ് സ്പീഡ് കൂടിപ്പോവുകയാണ്. അത് ഞങ്ങളുടെ കുഴപ്പമാണെന്ന് തോന്നുന്നില്ല. അത് കേരളത്തിൻ്റെ ഒരു ശൈലിയാണ്, മലയാളത്തിൻ്റെ ഒരു ശൈലിയാണ്. എങ്കിലും ഞാൻ എന്നാലാവുന്നത് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ദൈവവചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഇന്നലെ വായിച്ച വാക്യങ്ങളൊക്കെ തന്നെ ഒന്നുകൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 79-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് ഒന്ന് വായിക്കാം. കഴിഞ്ഞ രാത്രിയിൽ വരാത്ത ആരെങ്കിലും ഇന്നും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുമല്ലോ. അവർക്ക് വേണ്ടി അതൊന്ന്
കുറിച്ച് മുന്നോട്ട് പോകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 79-ാമത്തെ വാക്യം. ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനവും ജനങ്ങളോട് വിഭാഗിച്ചു കൊടുക്കുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അത് ഗ്രഹിക്കുന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിയന്ത്രണവും ദൈവത്തിൻ്റെ അളവറ്റ കൃപയും നമുക്കെല്ലാം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവത്തിൻ്റെ പ്രവാചകന്മാർ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ആത്മനിയോഗം പ്രാപിച്ച് ഈ എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ലൂക്കോസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ആ മനുഷ്യൻ എത്ര നല്ലൊരു മനുഷ്യൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ താൻ സമർപ്പിച്ചു കഴിഞ്ഞ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ഒരു മനുഷ്യൻ. ആ ലൂക്കോസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് ലൂക്കോസിനെ കുറിച്ച് അതിൻ്റെ വേറൊരു വേർഷനിൽ ഒരു 3 പോയിന്റ് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഹി വാസ് എ ബ്രില്യൻറ്റ് മാൻ. അവൻ നല്ല ബൗദ്ധികതയുള്ള, അല്ലെങ്കിൽ ബുദ്ധി ഉള്ള, വിവേകമുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും തൻ്റെ വിദ്യാഭ്യാസത്തിലും എല്ലാ മേഖലകളിലും തൻ്റെ ബുദ്ധി തെളിയിച്ച ഒരു മനുഷ്യനാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ദൈവം വിളിച്ച് ദൈവത്തിൻ്റെ കൃപ പകർന്നപ്പോൾ തനിക്കുള്ള താലന്തുകൾ, കഴിവുകൾ, ദൈവകൃപ അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി എത്രമാത്രം പ്രയോജനപ്പെട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയ യുവാക്കന്മാരോടും യുവതികളോടും കൊച്ചു കുഞ്ഞുങ്ങളോടും എല്ലാം എനിക്ക് പറയാനായിട്ടുള്ളത് ഒന്നേ ഉള്ളൂ. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ബുദ്ധി, ഈ കഴിവ്, ഈ കൃപ നിങ്ങൾ അത് എത്രയും പ്രയോജനപ്പെടുത്താമോ അത്രയും പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. പക്ഷെ ഒരു കാര്യം, കർത്താവ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, ആ ദൈവിക സന്ദർശനം നിങ്ങൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കത് തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീരണം എന്ന് മാത്രം. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ വഴിയായിട്ട് നിങ്ങൾ യാത്ര ചെയ്യാനായിട്ട് തുടങ്ങും. എൻ്റെ ജീവിതത്തിൽ എന്നിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 19-ാമത്തെ വയസ്സുവരെ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിച്ച ഒരു മനുഷ്യനാണ്. എന്നാൽ 19-ാമത്തെ വയസ്സിൽ ഞാൻ കേരളത്തിൽ നിന്നും നാടും വീടും വീട്ടുകാരെയും ഒക്കെ വിട്ട് ഞാൻ നാട് വിട്ടുപോയ ഒരു മനുഷ്യനാണ്. വടക്കേ ഇന്ത്യയിൽ മധ്യപ്രദേശിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു ദൈവദാസൻ എന്നോട് കർത്താവിൻ്റെ വചനം പറയാനായിട്ടിടയായി തീർന്നു. അത് എൻ്റെ ജീവിതത്തിലെ ഒരു ദൈവിക സന്ദർശനമായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായിട്ട് എനിക്ക് അംഗീകരിക്കാൻ ഇടയായി തീർന്നു. തുടർന്ന് 3-ാമത്തെ ദിവസം ഞായറാഴ്ച കർത്തൃദിവസം അതിരാവിലെ തന്നെ വൈൻഗംഗ നദിയിലേക്ക് പോയി കർത്താവിനെ വിശ്വാസ സ്നാനത്താൽ എനിക്ക് സാക്ഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതൊക്കെ ദൈവിക സന്ദർശനത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു തലമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഇന്ന് ഞാൻ 51-52 വയസ്സുള്ളവനായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ആ 19-ാമത്തെ വയസ്സിൽ ദൈവം എന്നെ സന്ദർശിച്ചപ്പോൾ തൻ്റെ സുവിശേഷത്തിലൂടെ കർത്താവായ യേശുക്രിസ്തു എന്നെ സന്ദർശിച്ച ആ സുദിനം എത്രയോ വലുതായിരുന്നു. ഞാൻ ഇരുളിൽ കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു, മരണം നിഴലിൽ കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ പാപത്തിലും പാപത്തിൻ്റെ പരിണിത ഫലത്തിലും കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ആ ദൈവിക സന്ദർശനം എനിക്ക് തിരിച്ചറിയാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൃപയാൽ നിൽക്കുന്നു എങ്കിൽ ഞാൻ നിന്നതല്ല, എൻ്റെ കർത്താവ് എന്നെ നിർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പൗലോസ് ഫെസ്തോസിനോട് പറഞ്ഞതുപോലെ, ഈ ചങ്ങലയൊഴികെ സർവ്വത്തിലും നീ എനിക്ക് തുല്യനായി തീരണം എന്ന് പറഞ്ഞതുപോലെ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നത് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ചെറുപ്പക്കാരെ മാത്രം ഞാൻ വിളിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ള ഏത് വ്യക്തിയായിരുന്നാലും എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഏതൊരു വ്യക്തിയെക്കുറിച്ചും ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഏത് തലത്തിലായിരുന്നാലും, നിങ്ങളുടെ ഔദ്യോഗിക ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നാലും നിങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരായിരിക്കണം എന്നാണ്. നിങ്ങൾ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നവരായിരിക്കണം എന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസ് ഒരു ബ്രില്യൻറ്റ് മനുഷ്യനായിരുന്നു, ഒരു ബുദ്ധിശാലിയായ ഒരു മനുഷ്യനായിരുന്നു. 2-ാമത്തെ തലമെന്ന് പറയുന്നത്, ഹി വാസ് എ ബിലവഡ് മാൻ.
താൻ ഒരു പ്രിയനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. താൻ എവിടെയൊക്കെ ഏതെല്ലാം മേഖലകളിൽ താൻ എത്തപ്പെട്ടോ, ഏതെല്ലാം സഭകളിൽ താൻ എത്തപ്പെട്ടോ, അവിടെയെല്ലാം താൻ പ്രിയനായിരുന്നു എന്നുള്ളതാണ്. നമ്മളിലേക്ക് തന്നെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കേ പ്രിയമുള്ളവരെ. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നമ്മൾ ഒരു ബിലവഡായിട്ട് മറ്റുള്ളവർ നമ്മളെ കാണാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ഏതെല്ലാം ദേശങ്ങളിൽ നമ്മൾ ചെല്ലുന്നുണ്ട്, നമ്മൾ ഏതെല്ലാം ഭവനങ്ങളിൽ നമ്മൾ ചെല്ലുന്നുണ്ട്, നമ്മൾ ഏതെല്ലാം സഭകളിൽ നമ്മൾ ആയിരിക്കുന്നു, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറയാൻ എന്താണ് പ്രിയമുള്ളവരെ ഉള്ളത്? ഈ ഒരു വ്യക്തി ഇവിടെ ഇല്ലായിരുന്നു എങ്കിൽ എന്ന് ചിന്തിക്കാൻ ഒരിക്കലും നമ്മൾ ഇടകൊടുക്കാനായിട്ട് പാടില്ല. നമ്മൾ ദൈവത്തിന് പ്രിയരായിരിക്കണം. അതിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുമൊക്കെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആവർത്തിച്ചു പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അവർ ദൈവത്തിന്റെയും മനുഷ്യരുടെയും, ഞാൻ കഴിഞ്ഞ രാത്രി ഓർപ്പിച്ചതുപോലെ വാക്യം ഞാൻ പറയുമ്പോൾ ബാക്കി നിങ്ങളുടെ അതരങ്ങളിലൂടെ ഒന്ന് ഒരുവിടാൻ, ഉറക്കെ പറഞ്ഞില്ലേലും കുഴപ്പമില്ല, നിങ്ങൾ ചുണ്ടനക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും നിങ്ങളത് പറയുന്നുണ്ടെന്ന്. അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന്റെ കൃപയിലും മനുഷ്യരുടെ കൃപയിലും മുതിർന്നു വരുന്നവർ അവർ പ്രിയരായിരിക്കും, ബിലവഡായിരിക്കും, യാതൊരു സംശയവുമില്ല. ബിലവഡായിട്ടുള്ള ആളുകൾക്ക്, പ്രിയരായിട്ടുള്ള ആളുകൾക്ക് ദൈവം ചില പ്രത്യേക കാര്യങ്ങൾ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ആ കാര്യം നമ്മുടെ സഭാ ഹാളിൽ വെച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. ഹി വാസ് എ ബ്രില്യന്റ് മാൻ, ഹി വാസ് എ beloved man. മൂന്നാമത്തേതെന്ന് പറയുന്നത് he was a brave man. താൻ ഒരു ധൈര്യശാലിയായിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് തൻ്റെ ധൈര്യം തെളിയിച്ചത്? ദൈവം തനിക്ക് ഏതെല്ലാം തലങ്ങളിൽ ദൈവം തന്നെ കൊണ്ടെത്തിച്ചോ അവിടെയെല്ലാം താൻ ധൈര്യത്തോടെ നിന്ന ഒരു മനുഷ്യനായിരുന്നു. ഏത് പ്രതികൂലങ്ങളിലും ധൈര്യത്തോടെ നിന്ന ഒരു മനുഷ്യൻ. ദൈവം തന്നോട് എന്തെല്ലാം അരുളി ചെയ്യുന്നോ അതെല്ലാം കേൾക്കുവാൻ താൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കാണുന്നുണ്ട്. മക്കദോന്യയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക. ആ പ്രസ്താവന എവിടെ നിന്ന് വന്നു? ആരോടുള്ള ബന്ധത്തിൽ വന്നു? അത് ലൂക്കോസിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അതൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അത് മാത്രവുമല്ല, ദൈവം തന്നെ വിളിച്ചു വേർതിരിക്കുമ്പോൾ, തന്നെ ശുശ്രൂഷയിലാക്കുമ്പോൾ തൻ്റെ ആ ബ്രേവ്നെസ്, തൻ്റെ ധൈര്യം താൻ കാണിക്കുകയാണ്. ദൈവമക്കളെ, നമുക്ക് ധൈര്യത്തെക്കാൾ ഉപരിയായിട്ട് ദൈവകൃപയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് കൃപാസനത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ നമുക്ക് ധൈര്യം ദൈവം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു പ്രവേശനം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും ഈ നാളുകളിൽ നമ്മൾ ധൈര്യഹീനരായി പോകുവാനായിട്ട് പാടില്ല, ബലഹീനരായി പോകുവാനായിട്ട് പാടില്ല. ദൈവദാസന്മാർ ശ്രദ്ധിക്കണം. സഭയിലുള്ള ദൈവ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിന്റെ ദാസന്മാർ ഇവിടെ ധാരാളമുണ്ടല്ലോ. ഇവിടെയുള്ള സ്ഥലം സഭകളിലൊക്കെ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന എൽഡേഴ്സ് ആയിക്കൊള്ളട്ടെ, ഡീക്കൺസ് ആയിക്കൊള്ളട്ടെ, ആരായിക്കൊള്ളട്ടെ, നിങ്ങൾ ഓർത്തുകൊള്ളുക, പിശാചിന്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ് നമ്മളെ ധൈര്യഹീനരാക്കി കളയുക, അല്ലെങ്കിൽ നമ്മളെ ബലഹീനരാക്കി കളയുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ധൈര്യത്തോടെ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യണം. ഒരുപക്ഷെങ്കിൽ നമ്മുടെ ശരീരം തന്നെ നമ്മൾക്കെതിരായിട്ട് മാറിയേക്കാം. ഒരുപക്ഷെങ്കിൽ നമ്മുടെ ഭവനത്തിലുള്ളവർ തന്നെ നമുക്കെതിരായിട്ട് മാറിയേക്കാം. ഒരുപക്ഷെങ്കിൽ സഭയിലുള്ളവർ തന്നെ നമുക്കെതിരായിട്ട് മാറിയേക്കാം. നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് എൻ്റെ ചിന്തയെ കൊണ്ടുപോവുകയാണ്. നെഹമ്യാവിനോട് വിളിച്ചു പറയുകയാണ്, ദേ നിങ്ങൾ ഈ പണിതുകൊണ്ടിരിക്കുന്ന ഈ കല്ലുകൊണ്ടുള്ള ഈ പണികളൊക്കെ ഉണ്ടല്ലോ, ഒരു കുറുക്കൻ കയറിയാൽ അത് താഴെ വീഴും. അവരത് ശ്രദ്ധിച്ചില്ല, അവരതൊന്നും മൈൻഡ് ചെയ്തില്ല. അവർ കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഇന്നും ആ മതിൽ അവിടെ നിലനിൽക്കുന്നില്ലേ? എൻ്റെ പ്രിയമുള്ളവർ, ഒരു പക്ഷെങ്കിൽ നമ്മളെ ധൈര്യഹീനരാക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാനും നിങ്ങളും മുഖാന്തരം കർത്താവിന്റെ വേല ചെയ്യാനായിട്ട് പാടില്ല, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാനായിട്ട് പാടില്ല, കർത്താവിന്റെ സഭ ദൈവ കൃപയോടെ നിലനിൽക്കുവാൻ പാടില്ല എന്നുള്ളത് പിശാച് തിരിച്ചറിഞ്ഞിട്ട് ഒരു പക്ഷെങ്കിൽ പിശാചിന്റെ ആയുധങ്ങളായിട്ട് ദൈവമക്കൾ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ധൈര്യമുള്ളവരായില്ലെങ്കിലും
നിങ്ങൾ ധൈര്യമുള്ളവരായില്ലെങ്കിലും, ആവർത്തിച്ച് പറയട്ടെ, നിങ്ങൾ ധൈര്യമുള്ളവരായില്ലെങ്കിലും മറ്റുള്ളവരെ നിങ്ങൾ ധൈര്യഹീനരാക്കരുത്. മറ്റുള്ളവരുടെ ധൈര്യം നിങ്ങൾ ചോർത്തിക്കളയരുത്. കർത്താവിന്റെ ദാസന്മാർ എത്ര ശ്രേഷ്ഠന്മാരായിക്കൊള്ളട്ടെ, അവരെല്ലാം ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു നിർണായക നിമിഷത്തിൽ അവരുടെയൊക്കെ ധൈര്യം ക്ഷയിച്ചു പോയിട്ടുള്ളത് പഴയ നിയമത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മോശ പറഞ്ഞു, ആ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേരങ്ങ് മായിച്ചു കളഞ്ഞേരെ. ഏലിയാവ് പറഞ്ഞു, എനിക്ക് മരിച്ചാൽ മതി. എത്രയോ പേർ, എത്രയോ ധൈര്യശാലികളായിട്ടുള്ള ആളുകൾ, എന്നാൽ ദൈവം അവരെയൊക്കെ ശക്തിപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസിനോടുള്ള ബന്ധത്തിലും താൻ തൻ്റെ ബലം ക്ഷയിക്കുന്ന, ധൈര്യഹീനനായി തീരുന്ന എത്രയോ 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 സന്ദർഭങ്ങൾ, അവിടെയെല്ലാം കർത്താവിൻ്റെ ദൂതൻ, കർത്താവ് തന്നോട് ചേർന്ന് നിന്ന് തൻ്റെ അരികിൽ നിന്നുകൊണ്ട് കർത്താവ് പറഞ്ഞ വാക്കുകളൊക്കെ നമുക്ക് ഓർക്കാം. പൗലോസേ, നീ ഭയപ്പെടരുത്. പൗലോസേ, നീ ഭയപ്പെടരുത്. നിന്നെ കൊണ്ട് ഇനിയും ധാരാളം ശുശ്രൂഷകൾ ചെയ്യിക്കുവാനായിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ലൂക്കോസ് നമുക്ക് നൽകുന്ന ഈ 3 പാഠങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം, കഴിഞ്ഞ ദിവസവും നമ്മൾ ആ വാക്യം വായിക്കുകയുണ്ടായി. അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ആ വാക്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇന്നലെ പറയാതിരുന്ന ചില പോയിന്റ് കൂടെ അതിനോട് ചേർത്ത് ആഡ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോവുകയാണ്. 2-ാം അധ്യായം 11-ാമത്തെ വാക്യം, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. എന്താണ് അതിന്റെ അർത്ഥം? ഫോർ ദ ഗ്രേസ് ഓഫ് ഗോഡ് ദാറ്റ് ബ്രിങ്ങത്ത് സാൽവേഷൻ hath appeared to all men. രക്ഷ നമുക്ക് കൊണ്ടുതരുന്ന ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പോൾ ഉദയത്തെക്കുറിച്ച് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. കിഴക്കിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ദൈവം കിഴക്കിനൊരു വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കിഴക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സഹിത്വവും ഉണ്ടായിരുന്നു. അത് വിട്ട് മനുഷ്യൻ യാത്ര ചെയ്ത് ദൈവത്തിൽ നിന്നും എത്രയോ അകലപ്പെട്ടു പോയി. റോമാലേഖനം 5-ാം അധ്യായത്തിൽ അവൻ ദൈവത്തിന്റെ ശത്രുവായിട്ട് മാറി. അവൻ ദൈവത്തിൽ നിന്നും ഏറ്റവും അകലപ്പെട്ട ഒരു അഭക്തനായിട്ട് മാറി. അല്ലെങ്കിൽ അവൻ ദൈവക്രോധം മാത്രം ചൊരിയുവാൻ പാത്രീഭൂതനായിട്ട് മാറി. ദൈവത്തിന്റെ അടുത്തേക്ക് വരുവാൻ യാതൊരുവിധ അർഹതയുമില്ലാത്ത ഒരു മനുഷ്യനായിട്ട് മാറി. എന്നാൽ ഇതാ പുതിയ നിയമം നമ്മളോട് പറയുകയാണ്, ഇതാ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പോൾ രക്ഷാകരമായ ദൈവകൃപ ഉദിക്കുമ്പോൾ, അതായത് ദൈവിക സന്ദർശനം നമുക്ക് ലഭിക്കുമ്പോൾ, സുവിശേഷത്തിലൂടെ ദൈവത്തിന്റെ ദാസന്മാർ നമ്മളുടെ മുമ്പിലെത്തുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസന്മാരോ ദാസിമാരോ ആരായിക്കൊള്ളട്ടെ, ഒരു ട്രാക്റ്റിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ പ്രതികളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ സുവിശേഷ ഘോഷണം നടത്തുന്ന ആ വേദികളിലൂടെ ആയിരിക്കാം, എവിടെയൊക്കെ ആയിക്കൊള്ളട്ടെ, ഈ സുവിശേഷം നമ്മളുടെ അടുക്കലേക്ക് എത്തുമ്പോൾ അത് എന്നോടുള്ള ബന്ധത്തിൽ എനിക്ക് രക്ഷ കൊണ്ട് തരുന്നതാണ് എന്നുള്ളത് നമ്മൾ മറക്കാനായിട്ട് പാടില്ല. ഈ രക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ രക്ഷിക്കപ്പെടുന്ന ആ ഒരു കാര്യം മാത്രമായിട്ട് നമ്മൾ കാണുവാനായിട്ട് പാടില്ല. നമ്മൾ എപ്പോഴൊക്കെ ദൈവത്തിൻ്റെ ആ പദ്ധതിയിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നോ, നമ്മൾ എപ്പോഴൊക്കെ ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന ആ ഒരു പാതയിൽ നിന്ന്, ട്രാക്കിൽ നിന്ന് ഞാൻ വെളിയിലേക്ക് പോകുന്നോ, അവിടെയെല്ലാം എനിക്കൊരു രക്ഷാകരമായ ദൈവകൃപ ഉദിക്കും എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, ഞാൻ ദൈവകൃപയിൽ നിന്ന് മാറിപ്പോകുന്നെങ്കിൽ ഞാൻ എത്രയും വേഗം ദൈവകൃപയിലേക്ക് ഞാൻ മടങ്ങി വരണം. അതിനാണ് രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറയുന്നത്. വാക്യം എടുക്കേണ്ട 12-ാം സങ്കീർത്തനത്തിലും നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്. നമുക്ക് കാണാതെ അറിയാവുന്ന വാക്യമാണ്, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിൽ ആക്കും. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. നമുക്കറിയാം ദാവീദിന്റെ അനുഭവം, നമുക്കറിയാം ദാവീദിന്റെ അവസ്ഥ നമുക്കറിയാം. എന്നാൽ തൻ്റെ ജീവിതത്തിൽ ഒരാഗ്രഹം വന്നു, രക്ഷയ്ക്കായിട്ട് നീ കാക്ഷിക്കുകയാണെങ്കിൽ ദൈവം നിന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ തയ്യാറാണ് എന്നുള്ളതാണ് ആ വാക്യത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ നിനക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരാഗ്രഹം വേണം. നിനക്ക് കേൾക്കുന്ന ദൂതിനോട് ഒരു പ്രതിബദ്ധത ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കേൾക്കുന്ന ദൂതിനോട് ഇതെനിക്കുള്ളതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യെരമ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിന്റെ വചനം കണ്ടെത്തി
ഭക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനം ഞാൻ കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ അത് എനിക്കുള്ളതാണ്, അത് എൻ്റെ ഭക്ഷണമാണ്, അത് ഞാൻ കണ്ടെത്തി ഭക്ഷിക്കുവാനായിട്ട് ഇടയായി തീരണം. അതേ കാര്യം തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുകയുണ്ടായി, എൻ്റെ വചനം ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. അപ്പോൾ എൻ്റെ വചനം ലഭിച്ച് പ്രമാണിക്കണം. എൻ്റെ വചനം പ്രമാണിക്കണമെന്നല്ല, ആ ലഭിച്ച് പ്രമാണിക്കണമെന്നുള്ളതിന് ഒരു വലിയ അർത്ഥമുണ്ട്. എൻ്റെ വചനം ലഭിച്ചു പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ ആ വചനം ഏറ്റെടുത്തു പ്രമാണിക്കണം. ആ വചനം എനിക്കുള്ളതാണ്, അത് എൻ്റേതാണ്. അടിയനിത നമ്മുടെ പ്രാർത്ഥനയിലും ഇൻട്രൊഡക്ഷനിലും ഒക്കെ നമ്മൾ ഓർത്തതുപോലെ അത് എനിക്കുള്ളതാണ്, അത് എൻ്റേതാണ്, അത് എന്നോട് ദൈവത്തിന്റെ സന്ദേശമാണ്, അത് സംസാരിക്കുന്നത് എന്നോടാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി വരുന്ന നാളുകളിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് ഇടയായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 11-ാം വാക്യം, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഒരു പ്രത്യേക സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എല്ലാ വാക്യങ്ങളും വായിക്കേണ്ട. അവിടെ ഇങ്ങനെയാണ്, നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന്. അപ്പോൾ രക്ഷാകരമായ ദൈവകൃപ ഉദിക്കുന്നതിന്റെ പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് നാം നിത്യജീവന്റെ അവകാശികളായി തീരണം. നാം നിത്യജീവന്റെ അവകാശികളായി തീരണം. കർത്താവ് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. കേവലം ജീവൻ മാത്രമല്ല, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ രക്ഷാകരമായ ദൈവകൃപ ഉദിക്കുന്നതിന്റെ പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് നിത്യജീവന്റെ അവകാശിയായി തീരുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നിത്യജീവൻ പ്രാപിച്ചവരായിരിക്കണം. ഇന്ന് മരിച്ചാൽ ഞാൻ കർത്താവിനോടുകൂടെ, അതാണ് നിത്യജീവൻ. ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ഞാൻ എൻ്റെ കർത്താവിനോടുകൂടെ എൻ്റെ നിത്യത ഞാൻ ചെലവഴിക്കും. ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് നിത്യത വേണോ വേണ്ടായോ എന്ന് തീരുമാനിക്കാനായിട്ട് സാധിക്കും. ദൈവിക സന്ദർശനം നമുക്ക് ലഭിക്കുന്നു എങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഞങ്ങൾ കേരളത്തിലൊക്കെ ഇങ്ങനെ ഓരോ വീടുകളിൽ സുവിശേഷമൊക്കെ അറിയിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അപ്പച്ച അല്ലെങ്കിൽ അമ്മച്ചി, സഹോദര സഹോദരി, ഇന്ന് മരിച്ചാൽ നിങ്ങളുടെ നിത്യത നിങ്ങൾ എവിടെയായിരിക്കും ചെലവഴിക്കുന്നത്? ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവരൊക്കെ സാധാരണ പറയാറുള്ള ഒരു മറുപടി ഇതാണ്, ചത്ത് കഴിഞ്ഞാൽ തല തെക്കോട്ടോ വടക്കോട്ടോ. എന്തുകൊണ്ടാണ് ഈ തെക്കും വടക്കും ഒക്കെ പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. അവര് പറയുന്ന ഇതാണ്, മരിച്ചു കഴിഞ്ഞാൽ അത് ആരെങ്കിലുമൊക്കെ അടക്കിക്കോളും, പിന്നെ അത് എവിടാ പോകുന്നതെന്ന് നമുക്കെന്തോ വേണം. പക്ഷെങ്കിൽ ദൈവവചനം പറയുന്നു, ആധികാരികമായി പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യർക്കായിട്ട് നിയമിച്ചിരിക്കുന്നു. ഒരിക്കൽ മരിക്കണം, ഒരിക്കൽ ന്യായവിധിയുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ന്യായവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നിത്യത പ്രാപിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തിന്റെ സന്ദർശനം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് മാറ്റാനായിട്ട് പറ്റത്തില്ല. ഈ ദൈവത്തിന്റെ വചനത്തെ അവരുടെ ജീവിതകാലത്ത് ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റും. അല്ലെങ്കിൽ ഞാൻ ബൈബിളിനെ ഈ ഭൂമിയിൽ എൻ്റെ ആയുസ്സിനുള്ളിൽ, എൻ്റെ ഈ ഭൂമിയിലെ ആയുസ് തീരുന്നതിന് മുമ്പ് ഇതിനെ ഞാൻ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞ എത്രയോ ആളുകൾ, വോൾട്ടയർ, ഇംഗർസോൾ തുടങ്ങി എത്രയോ യുക്തിവാദികൾ ശ്രമിച്ചു. പ്രിയമുള്ളവരെ, അവരെല്ലാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. എത്രയോ ദൈവദാസന്മാരെ കൊന്നൊടുക്കി, എത്രയോ ദൈവദാസന്മാരെ തടങ്കലിലിട്ടു. നമുക്കറിയാം, ചാർലി കിർക്ക് ഇത്രയോ നല്ലതുപോലെ ദൈവവചനം പറഞ്ഞ ഒരു ദൈവത്തിന്റെ ദാസൻ, ആ ദൈവദാസന്റെയും കഴുത്തിൽ നിറയൊഴിച്ച് ആ പ്രിയപ്പെട്ടവനെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റിയില്ലേ? പ്രിയമുള്ളവരെ, ആ സഹോദരി പറഞ്ഞ വാചകങ്ങൾ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടിട്ടുണ്ട്. എറീക്കിന്റെ വാക്കുകൾ അവൾ പറയുകയാണ്, ക്രിസ്തു ക്ഷമിച്ചതുപോലെ ഞാനും എൻ്റെ ഭർത്താവിന്റെ ഘാതകനോട് ക്ഷമിക്കുന്നു. ആർക്ക് പറയാൻ കഴിയും പ്രിയമുള്ളവരെ ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെന്റ്? കേരളത്തിലും കേരളത്തിനകത്തും പുറത്തും ഇന്ത്യയിലും വിദേശത്ത് എത്രയോ നാടുകളിൽ എൻ്റെ പ്രിയമുള്ളവരെ ദൈവത്തിന്റെ മക്കളെ കൊന്നൊടുക്കി അവസാനിച്ചോ? പ്രിയമുള്ളവരെ, ഇല്ല.
നമുക്കറിയാം ഈ യുക്തിവാദികളുടെയൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ വീരവാദം മുഴക്കിയവരുടെയൊക്കെ തലമുറകളെ കൊണ്ട് ദൈവം ഈ വചനം പ്രസംഗിപ്പിച്ചിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. ഫ്രാൻസിലെ വോൾട്ടയറുടെ ഭവനം തന്നെ ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റി ഏറ്റെടുത്ത് അവിടെ നിന്നും നൂറുകണക്കിന്, ആയിരക്കണക്കിന്, കോടിക്കണക്കിന് തിരുവെഴുത്തിന്റെ പ്രതികൾ ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും എത്തിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയില്ലേ പ്രിയമുള്ളവരെ? എന്തിനേറെ പറയണം, അപ്പോസ്തലനായ പൗലോസിനെ പോലെയുള്ള എത്രയോ ആളുകൾ ഈ സുവിശേഷത്തിന് വിരോധം നിന്നിട്ടുണ്ട്. എന്നാൽ അവരെ കൊണ്ട് ഈ വചനം എടുപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് ഇത്ര ധൈര്യത്തോടെ ദൈവകൃപയോടെ ഈ സുവിശേഷം പറയുന്നു എങ്കിലും ഒരിക്കൽ ഒരു വ്യക്തി പോലും എൻ്റെ മുമ്പിൽ ഈ സുവിശേഷവുമായിട്ട് വരാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും ദുഃഖത്തോടെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ മുമ്പാകെ ദൈവവചനമായിട്ട് വന്നാൽ അവരിൽ നിന്ന് ഈ ബൈബിൾ തട്ടിയെടുത്ത് വലിച്ചെറിയുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, എന്നെ കൊണ്ടും ഈ ബൈബിൾ എടുപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി എന്നുള്ളതാണ്. അപ്പോൾ ദൈവിക സന്ദർശനം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിന്റെ ഹിതത്തിലേക്ക് നമ്മൾ മടങ്ങി വരും. ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മളുടെ ജീവിതത്തിലൂടെ നിറവേറ്റുവാൻ നമുക്കിടയായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ദൈവിക സന്ദർശനം എന്തിനു വേണ്ടിയാണ്? നിത്യജീവന്റെ അവകാശികളായി തീരുന്നതിന് വേണ്ടിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12-13 മുതൽ അല്ലെങ്കിൽ 12-13 വാക്യങ്ങളാണ്. എല്ലാം ഞാൻ പറയുന്നില്ല. ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് നമ്മളെ പഠിപ്പിക്കും. പ്രപഞ്ചമോഹങ്ങൾ നമ്മൾ വർജിച്ചിട്ട് അല്ലെങ്കിൽ ഭക്തികേട് വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും ജീവിച്ച് പോരേണ്ടതിന് അത് നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നു. ഏത്? നമുക്ക് വേണ്ടി ഉദിച്ച ഉദയം, നമുക്ക് വേണ്ടി ഉദിച്ച ദൈവത്തിന്റെ കൃപ. നമ്മൾ ഇന്ന് ഇത്ര ഭക്തിയോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള കാരണം എന്താണ്? നമ്മൾ പ്രപഞ്ചമോഹങ്ങൾ വർജിച്ച് ഭക്തിയോടെ, ഘനത്തോടെ, ഭയത്തോടെ, ദൈവകൃപയോടെ നമുക്കൊന്നായിരിക്കാൻ ഇടയായി തീരുന്നെങ്കിൽ അതിന്റെ കാരണമെന്ന് പറയുന്നത് ഒരിക്കൽ നമുക്ക് വേണ്ടി ഒരു ദൈവകൃപ ഉദിച്ചു എന്നുള്ളതാണ്. ആ ദൈവകൃപയോട് നമുക്ക് പ്രതികരിക്കുവാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ്. നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ്. എനിക്ക് വളരെ ഉറപ്പുണ്ട്, ഈ നാളുകളിൽ ദൈവവചനം കേൾക്കുന്ന ഒരു ഹൃദയമെങ്കിലും ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കാതെ ഇരിക്കുകയില്ല. കാരണം ഈ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ നമുക്ക് കടന്നു പോകുവാൻ കഴിയില്ല പ്രിയമുള്ളവരെ. അതിനോട് പ്രതികരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. അത് ദൈവത്തിന്റെ വചനമാണ്. അത് ഇരുവായി തലയുള്ള ഏതു വാളിനേക്കാളും സന്ധി മജ്ജകളെ തുളച്ച് ചെല്ലുന്ന, വേറു വിടുവിക്കും വരെ തുളച്ച് ചെല്ലുന്ന ഈ ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് പ്രതികരിക്കാതിരിക്കുവാൻ കഴിയില്ല പ്രിയമുള്ളവരെ. അപ്പോൾ നമുക്ക് നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ, ഈ ഭൂമിയിൽ നമുക്ക് ഭക്തിയോടെ ജീവിപ്പാൻ ഈ ദൈവകൃപയുടെ ഉദയം നമുക്ക് കാരണമായി തീരും, നമുക്ക് മുഖാന്തരമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അടുത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ തന്നെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലുണ്ട്, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട്. അതായത് ഈ ഭൂമിയിൽ നമ്മളെ പ്രത്യാശയോടെ ജീവിക്കുവാൻ, ഒരു ഭാഗ്യകരമായ പ്രത്യാശയെ കാത്തു ജീവിക്കുവാൻ നമുക്കിടയായി തീരും എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ കടന്നു വന്ന സമയം മുതൽ നമ്മൾ പാട്ടുകൾ പാടുകയാണ്. എന്തിനാ പ്രിയമുള്ളവരെ പാട്ടുകൾ പാടുന്നത്? നമ്മളുടെ പാട്ടുകളെല്ലാം, ഇന്നത്തെ പാട്ടുകളുടെ ഒരു പ്രത്യേകത ഞാൻ നോക്കിയപ്പോൾ എല്ലാം പ്രത്യാശയുടെ ഗാനങ്ങളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രത്യാശയുള്ള ദൈവജനമാണ്. പ്രത്യാശയുള്ള ദൈവജനത്തിന്റെ മുഖം കണ്ടാൽ അറിയാം, അവരുടെ മുഖത്തിൽ ഒരു പ്രത്യാശയുണ്ട്. എന്നാൽ നമ്മുടെ ഒന്ന് കണ്ണാടിയെ പോയി നോക്കേണ്ടതായിട്ടിരിക്കുന്നു. എത്രയധികം പ്രത്യാശ നമ്മളുടെയൊക്കെ മുഖത്തുണ്ട് എന്നുള്ളത്. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ഈ ഒരു പ്രത്യാശ നമ്മുടെ മുഖത്തിൽ ഉണ്ടായിരിക്കണം. ആ ദൈവതേജസ് നമ്മുടെ മുഖത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഭാഗ്യകരമായ ഒരു പ്രത്യാശയ്ക്കായിട്ട്, അല്ലെങ്കിൽ ആ പ്രത്യാശയോടെ നമുക്ക് നോക്കി പാർത്തുകൊണ്ട് നമ്മുടെ ആത്മനാഥനെ വരവേൽക്കുവാൻ നമുക്കിടയായി തീരുന്നതിന്റെ കാരണമെന്ന് പറയുന്നത് ഇത് തന്നെയാണ് പ്രിയമുള്ളവരെ. നമുക്ക് വേണ്ടി ഒരു ഉദയം, നമുക്ക് വേണ്ടി ഒരു ദൈവകൃപയുടെ ഉദയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. ഇനിയും നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് പിന്നെയും നമുക്ക് മടങ്ങി വരാം. ആ ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ദൈവം മനുഷ്യനായിട്ട് ഇതാ കന്യകയുടെ ഉദരത്തിൽ ഉരുവായി ഈ ഭൂമിയിൽ ജന്മമെടുക്കുവാനായിട്ട് പോവുകയാണ്.
ദാറ്റ് മീൻസ് ഇൻകാർണേഷൻ, ജഡാവതാരം, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ജനനാവതാരം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാല സമ്പൂർണതയിൽ കന്യകയുടെ ഉദരത്തിൽ ഉരുവായി 33.5 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ച് പലസ്തീന്റെയും ഗലീലയുടെയും അതുപോലെ തന്നെ നസറേത്തിന്റെയും ബേത്ലഹേമിന്റെയും തെരുവീഥികളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ച് അനേക പട്ടിണി പാവങ്ങളെ പരിപോഷിപ്പിച്ച് കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, എത്രയോ ജനങ്ങൾക്ക് ആലംബഹീനരായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ മരിച്ചവരെ ഉയർപ്പിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രവർത്തനം തികച്ച് ഒടുവിൽ നമുക്ക് വേണ്ടി, മാനവജാതിക്ക് വേണ്ടി, സകല മാനവജാതിക്കും വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അല്ലെങ്കിൽ തന്റെ ഈ ഭൂമിയിലെ ദൈവിക വെളിപ്പാടിന്റെ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ജഡാവതാരം ഇവിടെ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊന്ന് ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. എന്തിനാണ് ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത്? എന്തിനാണ് ഈ ഉയരത്തിൽ നിന്ന് ഒരു ഉദയമായിട്ട് ഈ ഭൂമിയിൽ നമ്മളെ സന്ദർശിക്കേണ്ടി വന്നത്? ഈ ഉദയത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഉദയമെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. നമ്മൾ കേരളത്തിലൊക്കെ ആയിരുന്നപ്പോൾ ഇവിടെ നിങ്ങൾ സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ കാണാൻ പോകുന്നുണ്ടോ, കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ ഞങ്ങൾ കേരളത്തിൽ ഈ സൂര്യോദയവും സൂര്യാസ്തമയവും ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, കന്യാകുമാരി. അവിടെ ചെന്നൊരു ഭാഗത്ത് നിന്നാൽ ഉദയം കാണാം, മറുഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അസ്തമയം കാണാം. അപ്പോൾ ഈ സൂര്യോദയം കാണാൻ നേരത്തെ തന്നെ അവിടെ ചെന്ന് നിൽക്കും. 5:45 ആകുമ്പോഴേ അവിടെ ചെന്ന് നിൽക്കും. ഏതാണ്ട് 6:15, 6:16, 6:20 ഒക്കെ ആകുമ്പോൾ ഇതാ ഉദിച്ചുയരുകയാണ് ആഴത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്ന്. അപ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും, നമ്മുടെ മനോമുകുരങ്ങളിൽ ഈ ഉദയം എന്ന് പറയുന്നത് താഴെ നിന്നാണ്, അല്ലെങ്കിൽ അടിയിൽ നിന്നാണ് ഈ ഉദയം വരുന്നത്. പക്ഷേ ഇവിടുത്തെ ഉദയം എന്ന് പറയുന്നത് താഴെ നിന്നല്ല, ടൗണിൽ നിന്നല്ല, ഉയരത്തിൽ നിന്നൊരു ഉദയം. അതേതാണ് ഈ ഉയരം? എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് ഒരാശയം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പ്രിയമുള്ളവരെ, മനുഷ്യരെ രക്ഷിക്കാമെന്നുള്ള വാഗ്ദാനത്തിൽ, മനുഷ്യരെ വീണ്ടെടുക്കാമെന്നുള്ള വാഗ്ദാനത്തിൽ, മനുഷ്യരെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്നുള്ള വാഗ്ദാനത്തിൽ ഈ ഭൂമിയിൽ നിന്ന് എത്രയോ ഉദയങ്ങൾ വന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ, എത്രയോ പേർ ഉദിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ. പക്ഷെങ്കിൽ അവരാരും മനുഷ്യരെ രക്ഷിക്കത്തില്ല. ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം ഒരു പക്ഷെങ്കിൽ അത് കണ്ടേക്കാം. ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് വീട് കിട്ടിയേക്കാം, ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് കാറ് കിട്ടിയേക്കാം, ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയേക്കാം. പക്ഷേ ഈ ഉയരത്തിൽ നിന്നുള്ള ഉദയത്തിനല്ലാതെ നിങ്ങളെ പൂർണ്ണമായിട്ട് രക്ഷിപ്പാൻ കഴിയത്തില്ല. വാസ്തവമായിട്ട് നിങ്ങൾക്ക് നിത്യജീവൻ തരുവാൻ, നിങ്ങൾക്ക് സ്വർഗരാജ്യം തരുവാൻ ഇതുപോലെ ഈ ഏക ദൈവത്തിനല്ലാതെ, ഈ ഏക രക്ഷിതാവിനല്ലാതെ, ഈ ഏക വാതിലിലൂടെ അല്ലാതെ സാധിക്കുകയില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് പത്രോസൊക്കെ ധൈര്യത്തോടെ പ്രസംഗിച്ചത്. എങ്ങനെ ധൈര്യം കിട്ടി? ഒരു വേലക്കാരിയുടെ മുമ്പിൽ പതറിപ്പോയ പത്രോസ്, കർത്താവിനെ തള്ളിപ്പറഞ്ഞ മനുഷ്യൻ, 1 അല്ല 2 അല്ല 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു എന്ന് മാത്രമല്ല, ആണയിടാൻ തുടങ്ങി, പ്രാകാൻ തുടങ്ങി, 2 കൈയും തലേ വെച്ച് പ്രാകാൻ തുടങ്ങി. എന്തിനാ പ്രിയമുള്ളവരെ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ മേൽ കടന്നു വന്നപ്പോൾ താൻ പറയുകയാണ്, ഞങ്ങൾ കണ്ടിട്ടുള്ളത്, ഞങ്ങൾ കേട്ടിട്ടുള്ളത്, ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്, ഇത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ തരമില്ല. താൻ വിളിച്ചു പറയുകയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. എന്താണ് ഈ മറ്റൊരുത്തനിലും എന്ന് പറഞ്ഞാൽ? തനിക്കറിയാം, ഈ ലോകത്തിൽ നിന്ന് ഉദയം ചെയ്ത എത്രയോ രക്ഷിതാക്കൾ, എത്രയോ ദൈവങ്ങൾ, എത്രയോ ആളുകൾ, അവരുടെയൊക്കെ പുറകെ ഞാനും നിങ്ങളും എത്രയോ പോയിട്ടില്ലേ? ഞാനും പോയിട്ടുണ്ട് പ്രിയമുള്ളവരെ. പള്ളികളുടെ ചുറ്റും ഉരുണ്ടിട്ടുണ്ട്, നേർച്ച കഴിച്ചിട്ടുണ്ട്, ഉരുളി കമത്തിയിട്ടുണ്ട്, മാലയിട്ടിട്ടുണ്ട്, എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തു പ്രിയമുള്ളവരെ. ഒടുവിൽ ഈ നസ്രായനായ യേശുവാണ് ഉയരത്തിൽ നിന്നുള്ള ഉദയമെന്ന് തിരിച്ചറിയുവാൻ ദൈവം കൃപ തന്നു പ്രിയമുള്ളവരെ. ആ ഒരൊറ്റ കാരണത്താലാണ് നിങ്ങളുടെ മുമ്പിൽ ഈ കർത്താവിനെ ഇന്നു രാത്രിയിലും പ്രഘോഷിക്കുവാനിടയായി തീരുന്നത്. നമുക്കെല്ലാം ഒരു ദിവസം അതുപോലെ പറയാനായിട്ടിടയായി തീരും. നമുക്കല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ തലമുറകൾ അവർക്കത് ഇടയായതിന്റെ കാരണം കൊണ്ട്
ഇന്ന് ഈ നസ്രായനായ യേശുവിനെ നമുക്ക് സ്നേഹിക്കുവാൻ, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് ആരാധിക്കുവാൻ, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഭൂമിയിൽ ജീവിപ്പാൻ നമുക്ക് കൃപ നൽകുന്നു. ഏത് കഷ്ടതയിലും ഏത് കണ്ണുനീരിലും നമ്മളെ കൈവിടാതെ, നമ്മുടെ കണ്ണുനീരൊപ്പി നമ്മുടെ വലങ്കരം പിടിച്ച് നമ്മളെ നടത്തുന്ന ഈ നല്ല ഒരു കർത്താവ്, എൻ്റെ പ്രിയമുള്ളവരെ, എത്രയോ കൃപയാണ് ഈ ഉയരത്തിൽ നിന്നുള്ള ഉദയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനിയും അത് മാത്രവുമല്ല, എന്തിനാണ് ഈ ഉയരത്തിൽ നിന്ന് ഒരു ഉദയമായിട്ട് ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത്? പണ്ടൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഈ ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ആദാമിന് ഉദ്ദേശം എത്ര വയസ്സ് കാണും? എന്താ മൗനത? എത്ര വയസ്സ് കാണാൻ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനും പലപ്പോഴും ചിന്തിച്ചു, ഈ ആദാമിനെ ഒരു കൊച്ചു കുഞ്ഞായിട്ട് സൃഷ്ടിച്ച് അവൻ വളർന്നു വന്ന് അവന്റെ വിവാഹപ്രായമാകുമ്പോൾ അവനൊരു ഭാര്യയെ സൃഷ്ടിച്ച് നിർമ്മിച്ച് അങ്ങനെ ഒരു ക്രമീകരണം അല്ലായിരുന്നോ നല്ലത് എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ട്. അതേപോലെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു ചിന്ത ഏതാണ്ട് ഒരു 33-30 വയസ്സിന് മുകളിലൊക്കെ പ്രായമുള്ള ഒരു മനുഷ്യനായിട്ടായിരിക്കണമല്ലോ സൃഷ്ടിച്ചത്. അതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും ഒരു ക്രൂശിൽ മരിക്കുവാൻ, അല്ലെങ്കിൽ തന്റെ പ്രവൃത്തി ആരംഭിച്ചപ്പോൾ, താൻ സ്നാനപ്പെട്ടപ്പോൾ 30 വയസ്സായിരുന്നില്ലേ? ആ പ്രായമായിട്ട് ഈ ഭൂമിയിൽ അങ്ങ് ജനിച്ചാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ അങ്ങ് അവതരിച്ചാൽ പോരായിരുന്നോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, എന്തിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയരത്തിൽ നിന്ന് ഒരു ഉദയമായിട്ട്, ഒരു ജനനം, അല്ലെങ്കിൽ മനുഷ്യ കുഞ്ഞായിട്ട്, ശിശുമസിഹിയായിട്ട് ജനനമെടുക്കാൻ എന്താണ് കാരണമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ദൈവത്തിന്റെ വചനം നൽകുന്ന ചില ഉത്തരങ്ങളുണ്ട്. പെട്ടെന്ന് വാചകങ്ങൾ അല്ലെങ്കിൽ വാക്യങ്ങൾ എഴുതി മുന്നോട്ട് പോവുക. എല്ലാ വാക്യങ്ങളും വായിക്കുവാനായിട്ട് നിർവാഹമില്ല, എങ്കിലും വാക്യങ്ങൾ ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകാം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് റോമാലേഖനം 15-ാം അധ്യായം അതിന്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. റോമാലേഖനം 15-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കേണ്ട സമയം വളരെ അതിവേഗം ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആ വാക്യങ്ങൾ മാത്രം നിങ്ങൾ എഴുതി മുന്നോട്ട് പോവുക. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 15-ാം അധ്യായം എഴുതുമ്പോൾ അനേക വാക്യങ്ങൾ, അനേക ഉദ്ധരണികൾ പഴയ നിയമത്തിൽ നിന്നും എടുത്തു പറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. പിതാക്കന്മാർക്ക് നൽകിയിട്ടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ ഉറപ്പാക്കണമെങ്കിൽ, പിതാക്കന്മാർക്ക് നൽകിയിട്ടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ ഉറപ്പാക്കണമെങ്കിൽ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചേ മതിയാകുള്ളൂ. നമുക്കൊരു ശിശു നൽകപ്പെടേണ്ടതായിട്ടിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, അങ്ങനെയൊക്കെ പേർ വിളിക്കണം. അവൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അവൻ എവിടെ ജനിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രസംഗിക്കണം, എങ്ങനെ മരിക്കണം, എല്ലാ കാര്യങ്ങളും തിരുവെഴുത്തുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ അവതാരം എന്ന് പറയുന്നത്, ജഡാവതാരം, ജനനാവതാരം എന്ന് പറയുന്നത് അത് ആവശ്യമായിരുന്നു. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് റോമാലേഖനം 15-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലാണ്. റോമാലേഖനം 15-ാം അധ്യായം 9-ാമത്തെ വാക്യം, ദൈവത്തിന്റെ കരുണയാൽ, ദൈവത്തിന്റെ ആർദ്ര കരുണ നിമിത്തം ജാതികൾ ദൈവത്തെ മഹത്വീകരിക്കണം. ഇൻകാർണേഷന്റെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത് ദൈവത്തിന്റെ ആർദ്ര കരുണ നിമിത്തം ജാതികൾ ദൈവത്തെ മഹത്വീകരിക്കണം. നമ്മളെല്ലാവരും ജാതികളാ, യഹൂദനല്ലാത്തവർ എല്ലാവരും ജാതികളാണ്. എന്നാൽ നമ്മൾ പഴയ നിയമ ഇസ്രായേലല്ല, പുതിയ നിയമ ഇസ്രായേലാണ്. പഴയ നിയമ ഇസ്രായേലിന്റെ പിന്തുടർച്ചക്കാരല്ല, നമ്മൾ ദൈവത്തിന്റെ പ്രത്യേക ജനമാണ്. ജാതികളായിരുന്ന നമ്മളെ ദൈവ സ്നേഹത്താൽ വിളിച്ച് വേർതിരിച്ച് കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ ആർദ്ര കരുണ നിമിത്തം ജാതികൾ ദൈവത്തെ മഹത്വീകരിക്കണമെങ്കിൽ താൻ ജഡാവതാരം എടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഒന്നും വിശദീകരിക്കുന്നില്ല, വാക്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 3-ാം അധ്യായം 5-ാമത്തെ വാക്യം, പാപപരിഹാരത്തിന് വേണ്ടി നല്ലൊരു യാഗമാകുവാൻ, പാപപരിഹാരത്തിന് വേണ്ടി നല്ലൊരു യാഗമാകുവാൻ.
നമുക്കറിയാം പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാടിനോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം യാതൊരു ഊനവും ഉണ്ടായിരിക്കാനായിട്ട് പാടില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുന്നതിന്റെ തലേ ദിവസമോ ഒരാഴ്ച മുമ്പോ ഈ ഭൂമിയിലേക്ക് വന്നിരുന്നെങ്കിൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് അവനിൽ പാപമില്ലെന്നോ പാപം ചെയ്യത്തില്ലെന്നോ പാപം ചെയ്തിട്ടില്ലെന്നോ അറിയത്തില്ലെന്നോ ഒന്നും പറയാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു ശിശുവായിട്ട്, ഒരു ശിശുമച്ചികയായിട്ട് ഈ ഭൂമിയിൽ ജന്മമെടുത്ത് ബേത്ലഹേമിൽ ജനിച്ച് നസറേത്തിൽ വളർന്ന് അല്ലെങ്കിൽ ഗലീലയ്ക്കും അതിന്റെ പ്രാന്ത പ്രദേശങ്ങളിലും താൻ നടന്ന് അലഞ്ഞ് പ്രസംഗിച്ച് ഏറ്റവും ഒടുവിൽ യെരുശലേമിലേക്ക് കടന്നു വന്ന് അവിടെ മൂപ്പന്മാരാലും മഹാപുരോഹിതന്മാരാൽ ചേവകന്മാരാൽ അല്ലെങ്കിൽ നാടുവാഴിയാൽ ഏൽപ്പിക്കപ്പെട്ട് മരിക്കുമ്പോൾ അവരെല്ലാം പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഇവനിൽ ഒരു കുറ്റവും ഞങ്ങൾ കാണുന്നില്ല, ഇവൻ പാപം ചെയ്തിട്ടില്ല, ഇവനിൽ പാപമില്ല. യൂദ പോലും പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. എത്രയോ എത്രയോ നല്ല നല്ല അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ. അതിലേറെ ഉപരിയായിട്ട് കർത്താവായ യേശു ക്രിസ്തു ജനങ്ങളുടെ മധ്യേ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് എനിക്ക് ബോധം വരുത്താം? ഇതുപോലെ ചോദിക്കാൻ വേറെ ആരുണ്ട് പ്രിയമുള്ളവരെ? ഈ ഭൂമിയിൽ നിന്ന് എത്രയോ പേർ ഉദിച്ചിട്ടുണ്ട്. അവർക്കാർക്കെങ്കിലും ഇത് പറയാനായിട്ട് സാധിക്കുമോ, നിങ്ങൾക്കാർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താമെന്നുള്ളത്? അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പാപപരിഹാരത്തിന് വേണ്ടി നല്ലൊരു യാഗമായി തീരുവാൻ ഒരു ശിശുവായിട്ട് ഈ ഭൂമിയിൽ അവതരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിരുന്നു. എബ്രായ ലേഖനം 5-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ 4-ാമത്തെ കാരണം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബ്രായ ലേഖനം 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ അവിടെ പറയുന്ന കാര്യം ഇതാണ്: നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയുന്ന മഹാപുരോഹിതനാകേണ്ടതിന്. അവിടെ മഹാപുരോഹിതനാകേണ്ടതിന് എന്ന് മാത്രമല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി തീരണമെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ മണ്ണിൽ അവതരിക്കേണ്ടത് ആവശ്യമായിരുന്നു. കന്യകയിൽ ഉരുവായി ഒരു ശിശുവായിട്ട് ഈ ഭൂമിയിൽ ജനിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് മോശയെ അല്ലെങ്കിൽ ഒരു മഹാപുരോഹിതനായിട്ട് കൊണ്ടുവന്നില്ല? എന്തിന് അഹരോനെ കൊണ്ടുവന്നു? ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട് എന്താ അതിന്റെ കാരണമെന്നുള്ളത്. എന്നാൽ അനേക ഉത്തരങ്ങൾ അതിനുണ്ടെങ്കിലും ഒരു ഉത്തരം ഞാൻ എന്ന് പറഞ്ഞുകൊള്ളട്ടെ. നമുക്കറിയാം, മോശക്കുഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞായിരുന്നപ്പോൾ തന്നെ എവിടേക്ക് പോയി? കൊട്ടാരത്തിൽ പോയി. എത്ര വയസ്സ് വരെ? 40 വയസ്സ് വരെ. ഒരു പക്ഷെങ്കിൽ 40 വയസ്സ് വരെ തന്റെ സഹോദരങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ അവിടെ കിടന്ന് കഷ്ടത അനുഭവിക്കുന്നത്, അവരുടെ ബലഹീനത, അവരുടെ വേദന, ഇതൊന്നും ഒരു പക്ഷെങ്കിൽ മോശയ്ക്ക് കാണാനായിട്ട് പറ്റിയില്ല. എന്നാൽ അഹരോനെ എന്തുകൊണ്ട് ദൈവം പുരോഹിതനാക്കി എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു മഹാപുരോഹിതനാക്കി എന്ന് പറഞ്ഞാൽ, അവൻ ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ ജനങ്ങളോട് സഹതാപം കാണിക്കുവാൻ ഒരു പക്ഷെങ്കിൽ മോശയ്ക്ക് കഴിയത്തില്ല. തീർച്ചയായിട്ടും ആർക്ക് കഴിയും? അഹരോന് കഴിയും. കാരണം അതെല്ലാം കണ്ടതാണ്. ദൈവം കണ്ടു എന്ന് പറയുന്നത് പോലെ അഹരോൻ കണ്ടതാണ്. പ്രിയമുള്ളവരെ, മോശ ഒരിക്കൽ ദൈവത്തോട് ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, ഞാൻ ഈ ജനത്തെ ഗർഭം ധരിച്ചുവോ എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാരം ഒരു പക്ഷെങ്കിൽ വരാനായിട്ട് സാധ്യതയില്ല. ഒരു ചിന്തയോടെ ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊള്ളട്ടെ. നമ്മളൊക്കെ ദൈവസഭയിൽ ശുശ്രൂഷാ രംഗങ്ങളിൽ ആയിരിക്കുന്നവരാണ്. നമ്മൾ ഒരു ശുശ്രൂഷാ രംഗത്തായിരിക്കുമ്പോൾ, ഒരു നേതൃത്വ രംഗത്തായിരിക്കുമ്പോൾ ബലഹീനത കാണിക്കാൻ അല്ലെങ്കിൽ സഹതാപം കാണിക്കുവാൻ നമുക്ക് കഴിയുന്നവരായിരിക്കണം. എന്താ നമ്മൾ സഹതാപം കാണിക്കാത്തെന്നറിയാമോ? ഞാൻ മുഖാന്തരം വീണ്ടും ജനിക്കപ്പെട്ടവരല്ലിവർ, ഞാൻ മുഖാന്തരം രക്ഷയിലേക്ക് വന്നവരല്ല ഇവർ. നമുക്കറിയാം, ശലോമോന്റെ അടുക്കൽ 2 സ്ത്രീകൾ വന്നില്ലേ ഒരു കുഞ്ഞിനു വേണ്ടി? ഒറിജിനൽ അമ്മ പറഞ്ഞു, അയ്യോ ആ കുഞ്ഞിനെ മുറിക്കരുതേ, ആ കുഞ്ഞിനെ 2 ആക്കരുതേ. ഡ്യൂപ്ലിക്കേറ്റ് അമ്മ എന്തോ പറഞ്ഞേ? മുറിച്ചോളാൻ പറഞ്ഞു. കാരണം എന്താ? അവൾക്ക് വേദനയില്ല, അവൾക്ക് നോവത്തില്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് നനയ്ക്കാൻ ദൈവം തന്റെ സഭയിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോൾ നമ്മൾ നടുന്നതിന്റെ വേദന നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കാര്യമുണ്ട്: നീ ഒരു സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യണം. നീ എഫേസോസിൽ ഒരു മൂപ്പനായിട്ടിരിക്കുമ്പോൾ നീ ഒരു സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യണം.
ഒരു വിശ്വാസി വീണ്ടും ജനിക്കുന്നതിന്റെ പ്രസവ വേദന നീ അറിയണം. അങ്ങനെ അറിഞ്ഞാൽ നീ ആ വ്യക്തിയോട്, സഭയിലുള്ള വിശ്വാസിയോട്, അല്ലെങ്കിൽ ദൈവ മക്കളോട് എങ്ങനെ പെരുമാറും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജഡാവതാരം എടുത്തതിന്റെ അടുത്ത കാരണമെന്ന് പറയുന്നത് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി തീരേണ്ടതിന് വേണ്ടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ അടുത്ത കാരണം അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 7 മുതൽ 11 വരെ അവിടെ ഫിലിപ്പോസ് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണം, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. അപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, ഫിലിപ്പോസേ, നീ ഇത്രയും നാൾ എന്റെ കൂടെ ഇരുന്നിട്ടും നീ പിതാവിനെ കണ്ടില്ലേ? കർത്താവ് പറയുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിനെ വെളിപ്പെടുത്തുവാനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജാതനായത്. പിതാവിനെ വെളിപ്പെടുത്തുവാൻ. പിതാവിനെ ആർക്കും കാണാൻ കഴിയത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം ആത്മാവാകുന്നു. ആത്മാവിനെ നമുക്ക് കാണാൻ കഴിയത്തില്ല. ദൈവം ജഡമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തു. ഏറ്റവും ഒടുവിലത്തേന് തൊട്ട് മുമ്പിലുള്ളത് 6-ാമത്തേതെന്ന് പറയുന്നത് 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 4-ലും മത്തായി സുവിശേഷത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ സകല പരീക്ഷയും തികച്ച ശേഷം, അവൻ സകല പരീക്ഷയും തികച്ച ശേഷം പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. നമുക്കറിയാം, നമുക്ക് വിരോധമായിരുന്ന ന്യായപ്രമാണവും കൈയെഴുത്തും ചട്ടങ്ങളും ഒക്കെ മായിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയെന്ന് നമ്മൾ വായിക്കുന്നു. പിശാചിനെ തകർത്ത്, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെ വീണ്ടെടുക്കുവാൻ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ച് നമ്മളെ വീണ്ടെടുക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജന്മമെടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിരുന്നു. പലരും ചോദിക്കാറുണ്ട്, എന്തിനാ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത്? പഴയ നിയമം അങ്ങ് തുടർന്നു പോയാൽ മതിയായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ദൈവവചനം നൽകുന്ന ഉത്തരം അനേകമുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. 1 പത്രോസ് 2-ാം അധ്യായം 21-ാമത്തെ വാക്യം. 1 പത്രോസ് 2-ാം അധ്യായം 21-ാമത്തെ വാക്യം. അത് നമ്മളെല്ലാവരും കുറിക്കൊള്ളേണ്ട ഒരു വാക്യമാണ്. നമുക്കൊരു മാതൃകയാകുവാൻ, നമുക്കൊരു റോൾ മോഡലായി തീരുവാൻ പത്രോസ് പറയുന്നത് ഇങ്ങനെയാണ്: നാം അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ, അവൻ നമുക്ക് നല്ലൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. നമ്മുടെ പ്രസംഗത്തിലൊക്കെ ഒരു ഗ്രീക്ക് വാക്കൊക്കെ പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ? മൂലഭാഷയൊക്കെ നമ്മളാണല്ലോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹ്യൂപ്പോഗ്രാമോസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ എഴുതാൻ പഠിപ്പിക്കുമ്പോൾ 4 ലൈൻ ബുക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ കേഴ്സീവ് റൈറ്റിംഗ് നമ്മൾ അവരെ പഠിപ്പിക്കാറുണ്ട്. ആ കേഴ്സീവ് ലെറ്ററൊക്കെ ആദ്യമായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ അവർ ആ ലൈനിലൂടെ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഡോട്ടുകളിലൂടെ ഏതൊക്കെ ഡോട്ടിൽ നിന്ന് ഏതൊക്കെ ഡോട്ടിലേക്ക് പോകണമെന്നുള്ളത് 1, 2, 3 എന്നുള്ള ഡിജിറ്റുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ കുഞ്ഞ് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ: ആ കുത്തുകൾ അതിൻ്റെ അക്കമനുസരിച്ച് പൂരിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഹ്യൂപ്പോഗ്രാമോസ് എന്ന വാക്കിന്റെ അർത്ഥം. നാം ചെയ്തു പോരേണ്ടതിന്, നാം നടന്നു പോകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി നല്ലൊരു മാതൃക വെച്ചേച്ചിരിക്കുകയാണ്. എന്തിനാണ് ദൈവത്തിന്റെ ഉദയം? എന്തിനാണ് ദൈവകൃപയുടെ ഉദയം? എൻ്റെ പ്രിയമുള്ളവരെ, ആ ഉദയത്തെ നമ്മളുടെ ജീവിതത്തിൽ കർത്താവിൻ രക്ഷിതാവുമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രം നോക്കിക്കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എബ്രായ ലേഖനം 3:1, 12:1 രണ്ട് ഭാഗത്തും നമ്മൾ വായിക്കുന്ന ഇതാണ്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം നോക്കണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം ശ്രദ്ധിച്ചു നോക്കണം. അവനിൽ നിന്ന് നോട്ടം മാറ്റിയാൽ നമ്മൾ താളടിയായി പോകും, യാതൊരു സംശയവുമില്ല. കർത്താവിനെ നോക്കി പത്രോസ് വെള്ളത്തിൽ ഇറങ്ങിയതുപോലെ ആ നോട്ടം താൻ മാറ്റി. എന്തുകൊണ്ട് മാറി? ചുറ്റുപാടുമുള്ള ആ ഭീതിയും കോളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ
വേഗത്തിൽ ഇളകി മറിയുന്ന കടൽ തിരമാലകളെ താൻ നോക്കിയപ്പോൾ തന്റെ മുമ്പിൽ നിൽക്കുന്ന യേശുവിന്റെ കണ്ണിൽ നിന്ന് തന്റെ നോട്ടം മാറിയപ്പോൾ താൻ വെള്ളത്തിൽ താഴുവാനായിട്ട് തുടങ്ങി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ താളടിയായി പോകാതിരിക്കുവാൻ നമുക്ക് നല്ലൊരു മാതൃകയായിട്ട് നമ്മുടെ മുമ്പിൽ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. അപ്പോൾ ആ യേശു ക്രിസ്തുവിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനാണ് അവിടുന്ന്, ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. ആ കർത്താവിനെ നമുക്ക് നോക്കാം. എന്തിനും ഏതിനും മാതൃകയാക്കാൻ കൊള്ളാകുന്ന, ഇതുപോലെ നോക്കാൻ കൊള്ളാകുന്ന, ഇതുപോലെ ആരാധിക്കാൻ കൊള്ളാകുന്ന, ഇതുപോലെ സ്നേഹിക്കാൻ കൊള്ളാകുന്ന, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കൂടെ കൊണ്ട് നടക്കാൻ കൊള്ളാകുന്ന, ഇതുപോലെ എൻ്റെ ഹൃദയം പങ്കുവെക്കാൻ കൊള്ളാകുന്ന, ഇതുപോലെ എൻ്റെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരാൻ കൊള്ളാകുന്ന, ഇതുപോലെ എന്നെ വഴി നടത്തുവാൻ കൊള്ളാകുന്ന ഈ ഭൂമിയിൽ മാത്രമല്ല പ്രിയമുള്ളവരെ, അന്ത്യം വരെ നമ്മളെ സൂക്ഷിക്കുക മാത്രമല്ല, ഈ ലോകത്തിലും പരലോകത്തിലും. ഞാനൊരു പാട്ടെഴുതിയപ്പോൾ അതിൻ്റെ ഒരു വരിയിൽ ഞാൻ ഇങ്ങനെ എഴുതുകയുണ്ടായി, മരണത്തിലും പിരിയാത്ത ഒരു സഖിയായിട്ട് എന്ന് പറഞ്ഞാൽ മരണത്തിലും പിരിയാത്ത ഒരു സഖിയായിട്ട് അല്ല. എൻ്റെ പ്രിയമുള്ളവരെ, തമിഴിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഒരുപക്ഷെങ്കിൽ ഭാര്യയായിക്കൊള്ളട്ടെ, ഭർത്താവായിക്കൊള്ളട്ടെ, മക്കളായിക്കൊള്ളട്ടെ, അവരൊക്കെ വരും നമ്മളെ കൂടെ. എവിടെ വരെ വരും? തമിഴിലെ ചൊല്ലാണ്, കൂടി വന്നാൽ അവർ ഈ ചുടലക്കാട് വരെ വരും. അവിടെ നമ്മളെ കുഴിച്ചിടും. അവര് സന്തോഷത്തോടെയോ ദുഃഖത്തോടെയോ അവരൊരു പക്ഷെങ്കിൽ മടങ്ങിപ്പോകും. 2 ദിവസം കഴിയുമ്പോൾ ആ ദുഃഖമൊക്കെ മാറി. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, മരണത്തിലും നമ്മളോട് കൂടെ ഉള്ളവൻ, നമ്മളെ കൈവിടാത്ത ഒരു കർത്താവ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്ക് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുവാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളെ പിരിയാത്ത ഇത്ര നല്ല ഒരു ഉറ്റ മിത്രം, ഇത്ര നല്ല ഒരു ഉറ്റ സഖി എന്ന് പറയാൻ വേറെ ആരുണ്ട് പ്രിയമുള്ളവരെ? ഈ കർത്താവിനെ വേണ്ടാത്തവരാരാണ്? ഈ കർത്താവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ആ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഇനി പിന്നെയും നമുക്ക് മടങ്ങി വരാം. ഈ ആർദ്രകരുണയാൽ ഉദയത്തിൽ അല്ലെങ്കിൽ ഉയരത്തിൽ നിന്നുള്ള ഉദയം സന്ദർശിച്ച ആരെയൊക്കെ സന്ദർശിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ പ്രതികരണങ്ങൾ എന്തായിരുന്നു? അവരെല്ലാം ഈ ഉദയത്തെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അക്കമിട്ട് വളരെ പെട്ടെന്ന് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഒന്നാമത്തെ ആള് എലിസബത്ത് തന്നെയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം എടുത്തേ, വാക്യങ്ങളൊക്കെ പെട്ടെന്ന് നോക്കിക്കോണം കേട്ടോ. കുറിച്ചെടുക്കുന്നവർ കുറിച്ചെടുത്ത് മുന്നോട്ട് പോവുക. 1-ാം അധ്യായം അതിന്റെ 43-ാമത്തെ വാക്യത്തിൽ നോക്കിയേ, പറയുകയാണ്, എൻ്റെ കർത്താവിന്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി? അവൾ വിളിച്ചു പറഞ്ഞു, എൻ്റെ കർത്താവ്, എൻ്റെ കർത്താവ്. എൻ്റെ പ്രിയമുള്ളവരെ, എത്രയോ ശ്രേഷ്ഠമാണ്. നമ്മളൊക്കെ പറയാനായിട്ട് അഭിമാനിക്കുന്ന ഒരു കാര്യമുണ്ട്. പഴയ നിയമ പിതാക്കന്മാർ ഇന്നും ആളുകൾ പറയാറുണ്ട്, അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, യോസേഫിന്റെ ദൈവം. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് എന്നെങ്കിലും അങ്ങനെ പറഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പറയാൻ, എൻ്റെ ദൈവമോ, എൻ്റെ ദൈവമോ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുയേശുവിൽ അവന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായിട്ട് തീർത്തു തരും. എവിടെയൊക്കെ ദൈവത്തെ കുറിച്ച് പറയുന്നോ, എവിടെയൊക്കെ കർത്താവിനെ കുറിച്ച് പറയുന്നോ, തനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, എൻ്റെ കർത്താവ്, എൻ്റെ കർത്താവ്. നമുക്കറിയാം, തോമാസിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. കർത്താവ് പറഞ്ഞു, നീ എന്തിനിങ്ങനെ അവിശ്വാസിയായിരിക്കുന്നു? നിന്റെ കൈകളെ നീട്ടി എൻ്റെ മുറിപ്പാടുകൾ ഒന്ന് കാണുക. ഒന്ന് അനുഭവിച്ചറിയാനല്ല പറഞ്ഞത്, ഒന്ന് കാണുക. അവൻ മുന്നോട്ട് നീട്ടേണ്ട കൈയുടെ വിരല് അവന്റെ നെഞ്ചത്ത് മാറത്ത് ആഞ്ഞടിച്ചുകൊണ്ട് താൻ വിളിച്ചു പറയുകയാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. തൻ്റെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവായിരുന്നു അത്. ഒരാഴ്ച താൻ മീറ്റിങ്ങിന് വന്നില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്. എല്ലാ ഞായറാഴ്ചയും അഥവാ എല്ലാ കർത്തൃ ദിവസത്തിലും നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷത ഉണ്ടായിരുന്നു. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 20-21 അധ്യായങ്ങളൊക്കെ നിങ്ങൾ ആവർത്തിച്ച് വായിച്ചാൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം, 8 ദിവസം കഴിഞ്ഞിട്ട് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം എന്ന് പറഞ്ഞാൽ, ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെയും കർത്തൃ ദിവസത്തിൽ, എൻ്റെ പ്രിയമുള്ളവരെ, വ്യാഖ്യാനങ്ങൾ പലതുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ പറയട്ടെ, ഓരോ ആഴ്ചയിലും ആ 1-ാം നാളിൽ കർത്താവ് ഇറങ്ങി വരികയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദിവസത്തിന്റെ ആരംഭത്തിങ്കൽ വൈകുന്നേരമാ വന്നതെങ്കിലും ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച്, യഹൂദന്റെ ക്ലോക്കിന്റെ പ്രമാണം അനുസരിച്ച് സന്ധ്യയാണ് അവന്റെ ഒരു ദിവസത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. വൈകിട്ട് 6 മണിയാണ് അവന്റെ ദിവസത്തിന്റെ ആരംഭം. നമ്മളൊക്കെ നമ്മുടെ ദിവസത്തിന്റെയൊക്കെ ആരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ എഴുന്നേൽക്കുമ്പോഴാണ്. അതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ എഴുന്നേൽക്കുമ്പോഴാണ് നമ്മുടെ ദിവസത്തിന്റെ ആരംഭം. എന്നാലും അത് 12 മണിയായിട്ടാണ് മറ്റിതര എല്ലാവരും കണക്കി കൂട്ടുന്നത്. അപ്പോൾ ബൈബിളിൽ റോമൻ സമയവും യഹൂദന്റെ സമയവും വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സമയങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നിടത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് റോമൻ സമയമാണോ ഇത് യഹൂദന്റെ സമയമാണോ എന്നുള്ളതാണ്. എന്നാൽ വൈകുന്നേരത്ത് ദൈവം തോട്ടത്തിൽ ഇറങ്ങി വന്ന് നടന്ന് അവനുമായിട്ട് കൂട്ടായ്മയുണ്ട് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടല്ലേ പാട്ടുകാരൻ പാടിയിരിക്കുന്നത് ദിനമതിൻ തുടസത്തിൻ. പാട്ടറിയത്തില്ലേ? ഇന്നിന്റെ പാട്ടല്ല, അത് പണ്ടത്തെ പാട്ടാ. ദിനമതിൻ തുടസത്തിൽ, അതൊന്നും നമ്മൾ കാണാറില്ല. ദിനമതിൻ തുടസത്തിൽ മനുവേലിൻ മുഖാംബുജം ദർശിച്ച നരന് ഒരു ദുരിതവും വരികയില്ല. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ആവർത്തിക്കട്ടെ, നമ്മുടെ ജീവിതത്തിലെ ഒന്നാം സ്ഥാനം അത് എപ്പോൾ നിങ്ങൾ എഴുന്നേറ്റോ ആയിക്കൊള്ളട്ടെ, അവിടെ വിഷയമില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഈ കർത്താവിന് കൊടുക്കാനായിട്ട് കഴിയണം. ഒന്നാം സ്ഥാനം ഈ കർത്താവിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ശിശുമച്ചികയെ ആ പുൽക്കൂട്ടിൽ നിന്നും ഇറക്കി നമ്മുടെ ഹൃത്തടത്തിൽ സൂക്ഷിക്കണം, നമ്മുടെ ഹൃത്തടത്തിലേക്ക് അംഗീകരിക്കണം. ഡിസംബർ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ കരുതിക്കൂട്ടി വെച്ചിരുന്ന ആ പുൽക്കൂടും ആ നക്ഷത്രവും അല്ലെങ്കിൽ ആ വർണ്ണമാലകളായിരിക്കുന്ന ബൾബുകളും എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരു ശിശുമശികയുമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഈ പുൽക്കൂട്ടിൽ കിടക്കുന്ന യേശുവിനെ എടുത്തിട്ട് ഈ പുൽക്കൂട്ടിൽ കിടക്കുന്ന ശിശുമശികയെ എന്റെ ഹൃത്തടത്തിലേക്ക്, ദൈവത്തിന് വസിക്കുവാനാണല്ലോ നമ്മുടെ മന്ദിരം. അതുകൊണ്ട് എനിക്ക് ദൈവത്തെ അറിയാം, എനിക്ക് യേശുവിനെ അറിയാം. അതുപോലെ പ്രിയമുള്ളവരെ, ഈ യേശുവിനെ എന്റെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിക്കണം. യേശുവിനെ കർത്താവെന്ന് വാഗുണ്ടേറ്റു പറഞ്ഞുകൊണ്ട് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ആ കർത്താവുമായിട്ട് ഞാൻ ഒരു ഉടമ്പടിയിൽ എത്തിച്ചേരണം. ഇവിടെ എലിസബത്ത് പറയുകയാണ്, അവൻ എന്റെ കർത്താവാണ്. നിന്റെ ഉള്ളിൽ കിടക്കുന്ന പിള്ള അത് എന്റെ, അല്ലെങ്കിൽ അതിന്റെ ശിശുവായിട്ടല്ല ഞാൻ കാണുന്നത്, എന്റെ കർത്താവായിട്ട് ഞാൻ കാണുകയാണ്. ഇനി മറിയ പറയുന്ന വാക്കുകൾ കേട്ടെ. 46, 47 വാക്യങ്ങൾ, ഒരുപാട് വാക്യങ്ങൾ അതോടുള്ള ബന്ധത്തിലുണ്ട്. ഒന്നോ രണ്ടോ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. അപ്പോൾ മറിയ പറഞ്ഞത്, ദാറ്റ് ഇസ് എ മാഗ്നിഫിക്കറ്റ് ലാറ്റിൻ ഭാഷയിൽ എന്ന് പറഞ്ഞാൽ ഉള്ളം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന വാക്കുകൾ. എന്റെ ഉള്ളം ആരെ മഹത്വപ്പെടുത്തുന്നു? കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ആത്മാവ്, അടുത്ത വാക്ക് നോയിക്കേ, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവ്. മറിയയ്ക്കും ആവശ്യമാണ് ആരെ? രക്ഷിതാവിനെ ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും രക്ഷിതാവിനെ ആവശ്യമാണ്. മറിയ തുടങ്ങി എല്ലാ വ്യക്തികൾക്കും രക്ഷിതാവിനെ ആവശ്യമാണ്. ഇവിടെ വിശുദ്ധ മറിയം അല്ലെങ്കിൽ കന്യക മറിയം നമ്മൾ വിളിക്കുന്ന ആ മറിയം പറയുകയാണ്, ഈ കുഞ്ഞ് എന്റെ ഉദരത്തിൽ ഉരുവായിരിക്കുന്ന ആ വിശുദ്ധ പ്രജ, പരിശുദ്ധാത്മാവിനാൽ ഉത്പാദിതമായിരിക്കുന്ന ആ വിശുദ്ധ പ്രജ, ഞാനൊരു പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും? അപ്പോൾ പറയാൻ ദൈവം വെച്ചാൽ പിന്നീട് സമയമുള്ള പക്ഷം അടുത്ത ദിവസം വല്ലോ ഞാനത് വിശദീകരിക്കാം. എന്റെ ഉള്ളിൽ ഉൽപാദിതമായിരിക്കുന്ന 23+23 = 46 ക്രോമസോമും അത് വിശുദ്ധമാണ്. അത് മാനുഷികമല്ല, അത് വിശുദ്ധമാണ്. ആ വിശുദ്ധ പ്രജ, പരിശുദ്ധാത്മാവ് എന്റെ മേൽ നിഴലിട്ടപ്പോൾ എന്റെ ഉള്ളിൽ ഉൽപാദിതമായിരിക്കുന്ന ദ ഹോളി എംബ്രിയോ, ആ വിശുദ്ധ ഭ്രൂണമെന്ന് പറയുന്നത് എന്റെ രക്ഷിതാവിന്റെയാണ്. ആ സഹോദരി പറഞ്ഞ വാക്ക്, മറിയം പറഞ്ഞ വാക്ക് എത്രയോ ശ്രേഷ്ഠമാ പ്രിയമുള്ളവരെ. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും ഇത് പറഞ്ഞേ മതിയാകെയുള്ളൂ. ഈ ശിശുമശിക, ഈ കർത്താവ്, ഈ കുഞ്ഞ് എന്റെ രക്ഷിതാവാണ്. അവൻ എന്റെ കർത്താവാണ്, അവൻ എന്റെ രക്ഷിതാവാണ്. ഇനിയും സെഖരിയാവിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, അതൊക്കെ അങ്ങ് വിട്ടേരെ. ഇനിയും പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ സെഖരിയാവിന്റെ വാക്കുകൾ മാറി. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവ് നിറയുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ വാക്കുകൾ മാറും, നമ്മുടെ ഭാഷണങ്ങൾ മാറും, നമ്മുടെ ജീവിതം മാറും, എല്ലാം മാറും. ഒരു പ്രത്യേകത നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ടിടയായി തീരും. പഴയ നിയമത്തിൽ ശൗലിനെ കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ട്. ആത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ അവൻ ആള് മാറിയതുപോലെയായി, പഴയതുപോലെയല്ല. അതുകൊണ്ട് എന്റെ പ്രിയ സ്നേഹിത, ഞാൻ പറയട്ടെ, നീ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചാൽ, പ്രിയ സഹോദരി ഞാൻ പറയട്ടെ, ഈ യേശു കർത്താവിനെ നിന്റെ ജീവിതത്തിൽ രക്ഷിതാവായിട്ട്, കർത്താവായിട്ട് നീ അംഗീകരിച്ചാൽ, ഈ കർത്താവിന് ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും, അവൻ എന്റെ കർത്താവ്, അവൻ എന്റെ രക്ഷിതാവ്.
കേവലം കർത്താവല്ല, എൻ്റെ ഏക കർത്താവ്, എന്നെ രക്ഷിക്കുന്ന, എന്നെ വീണ്ടെടുക്കുന്ന ഏക കർത്താവ്, എന്നെ രക്ഷിക്കുന്ന ഏക രക്ഷിതാവ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനിയും അടുത്ത ഭാഗത്തേക്ക് വരാം. സഖരിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ഒന്നാം അധ്യായത്തിന്റെ 68 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും, അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹി ഈസ് ദ റിഡീമർ. സഖരിയാവിന് അത് തിരിച്ചറിയാനായിട്ട് പറ്റി. അവൻ നമ്മളെ വീണ്ടെടുക്കുന്നവനാണ്, പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നവനാണ്, പിശാചിന്റെ കരാളഹസ്തത്തിൽ നിന്നും നമ്മളെ വീണ്ടെടുക്കുന്നവനാണ്, ഈ ലോകത്തിൽ നിന്നും നമ്മളെ വീണ്ടെടുക്കുന്നവനാണ്, നിത്യ നരകത്തിൽ നിന്നും നമ്മളെ വീണ്ടെടുക്കുന്നവനാണ്, ജീവപുസ്തകത്തിൽ പേരെഴുതി എന്നെ സ്വർഗത്തിൽ എത്തിക്കുവാൻ മതിയായ വീണ്ടെടുപ്പുകാരനാണ്. വീണ്ടെടുപ്പ് എന്നുള്ളത് 3 ഗ്രീക്ക് വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് അഗോറാസോ, എക്സാഗറാസോ, ലൂട്രോ. 3 വാക്കുകൾ. ഒന്ന്, എന്നെ വില കൊടുത്തു വാങ്ങിയവൻ. എന്നെ വില കൊടുത്തു വാങ്ങുവാൻ ഒരേ ഒരു വീണ്ടെടുപ്പുകാരനെ പറ്റത്തുള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ് ഞാനും നിങ്ങളും. ഇന്ന് രാത്രിയിലും ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ ആരൊക്കെ ആകർഷിക്കപ്പെടുന്നോ, ആരൊക്കെ ഈ രക്തത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നോ, അവർക്കെല്ലാം ഒരു വിടുതലുണ്ട്, അവർക്കെല്ലാം ഒരു വീണ്ടെടുപ്പുണ്ട് എന്നുള്ളതാണ്. ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ, ശലോമോനിലും വലിയവൻ, മോശയേക്കാൾ വലിയവൻ, അബ്രഹാമിനും മുന്നേ ഉള്ളവൻ, യോനയേക്കാൾ വലിയവൻ. നമ്മുടെ കർത്താവ് എത്രയോ ശ്രേഷ്ഠന, പ്രവാചകന്മാരെക്കാൾ ഉന്നതൻ. അതുപോലെ തന്നെ എത്രയോ ശ്രേഷ്ഠമായിട്ട് മോശയെക്കാളും ദൂതന്മാരെക്കാട്ടിലും എത്രയോ ഉന്നതനായിരിക്കുന്ന ഒരു കർത്താവാണ്. അവനാണ് നമ്മളുടെ വീണ്ടെടുപ്പുകാരൻ, അവനാണ് നമുക്ക് ഉദ്ധാരണം നൽകുന്നവൻ. 2ാമത്തെ വാക്ക് എക്സാഗ്രാസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is no more sale. ഇനി വിൽപ്പനയില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞു, എന്റെ കയ്യിൽ നിന്ന് ആർക്കും അതിനെ പിടിച്ചു പറിപ്പാൻ കഴിയത്തില്ല, ഞാൻ കൊടുക്കത്തുമില്ല. അതാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞാൽ അവൻ നമ്മളെ സ്വന്തമാക്കി. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ, ദൈവമക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. 3ാമത്തേത് ലൂട്രോ എന്നുള്ള ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ ഞാൻ വിലയ്ക്ക് വാങ്ങി, നിങ്ങൾക്കിനി സെയിലില്ല, ഇനി നോ മോർ സെയിൽ. അടുത്ത കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങളെ ഞാൻ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. അതാണ് ആത്മാവിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്, പറച്ചിലേ ഉള്ളൂ, ബ്രദറുകാർക്ക് രാജാവില്ലെങ്കിലും വെട്ടുകിളിയാ എങ്കിലും നമ്മൾ പറയാറുണ്ട്, രാജാവില്ലെങ്കിലും അവരെങ്ങനെ പോകുന്നു, അണിയണിയായിട്ട് പോകുന്നെങ്കിൽ കൊള്ളാം, പോകണം. വെട്ടുകളിക്ക് രാജാവില്ലെങ്കിലും അത് അണിയണിയായിട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആത്മാവുണ്ട്. പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ആസ്ഥാനം എവിടാ? കുമ്പനാട്ടാന്നോ, മസ്കറ്റിൽ എവിടാ, മത്രയിലാന്നോ, റൂവിയിലാന്നോ, എവിടെയാ ഗാലയിലാണ്, എവിടെയാ നമ്മുടെ? എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ തലവൻ എവിടെ ഇരിക്കുന്നോ, നമ്മുടെ തലയായിരിക്കുന്ന ക്രിസ്തു എവിടെ ഇരിക്കുന്നോ, അവിടെയാണ് നമ്മുടെ ഈ ആസ്ഥാനം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ സെന്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവുള്ള ഇടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പൗലോസ് പറയുന്നു, ഈ സ്വാതന്ത്ര്യം നിങ്ങൾ ദുഷ്ടതയ്ക്ക് മറയാക്കാനായിട്ട് പാടില്ല. സ്വാതന്ത്ര്യം നമുക്കുണ്ടെങ്കിലും അതൊരിക്കലും ദൈവസഭയോടുള്ള ബന്ധത്തിലോ നമ്മുടെ ജീവിതത്തിലോ അത് ദുഷ്ടതയ്ക്ക് മറയാക്കാനായിട്ട് പാടില്ല. 69ാമത്തെ വാക്യം പിന്നെയും പറയുന്നു, ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രവചനങ്ങളുടെ നിവൃത്തിയായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിനെ കുറിച്ച് പൗലോസും പത്രോസും യോഹന്നാനും എല്ലാം തിരുവെഴുത്തിന്റെ നിവൃത്തിയാണ്. അവൻ അരുളി ചെയ്തതുപോലെ, തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. സഖരിയാവിന്റെ ഓരോ വാക്കുകളും നിങ്ങൾ ഭവനത്തിൽ പോയി ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1-ാം അധ്യായത്തിന്റെ 71-ാമത്തെ വാക്യത്തിൽ, തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ ഒരു കൊമ്പ് ഉയർത്തിയിരിക്കുന്നു, രക്ഷയുടെ കൊമ്പ് ഉയർത്തിയിരിക്കുന്നു. ഇനിയും 74-ാമത്തെ വാക്യത്തിൽ അതിന്റെ തുടർമാനമായിട്ട് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം പറയുകയാണ്, നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും, അതായത് ആത്മാവിലും സത്യത്തിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുന്നു. യേശുവിനെ കർത്താവ്
കർത്താവും രക്ഷിതാവുമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആരാധിക്കാം, ആർക്കും ആരാധിക്കാം, എങ്ങനെയും ആരാധിക്കാം. പക്ഷെ ഇങ്ങനെ ആരാധിച്ചിട്ടുണ്ടോ? എങ്ങനെ? ഭയം കൂടാതെ. പഴയ നിയമത്തിലും ആരാധിച്ചവരൊക്കെ ഭയത്തോടെ ആരാധിച്ചത്. ബൈബിളിൽ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും നമ്മളൊക്കെ പ്രസംഗിച്ച് കേട്ടിട്ടില്ലേ? ആ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ആ മഹാപുരോഹിതൻ കടന്നു പോകുമ്പോൾ അവന്റെ കാലിൽ ഒരു ചങ്ങല. എന്തിനാ? ഭയം. ഇനിയും ഈ മനുഷ്യൻ അവിടെ മരിച്ചു വീണാൽ എങ്ങനെ തിരിച്ചെടുക്കും? വലിച്ചിങ്ങെടുത്തേക്കാം. ഒരു മനുഷ്യൻ അവിടെ കയറാൻ ധൈര്യമില്ല. എന്നാൽ ദൈവാലയത്തിന്റെ തിരശ്ശീല മേൽ തൊട്ടടിയോളം രണ്ടായി ചീന്തി നമുക്ക് വേണ്ടി ഒരു പുതിയ വഴി സൃഷ്ടിച്ച്, ഇനി അത് കുത്തി തയ്ക്കേണ്ട ആവശ്യമില്ല പ്രിയമുള്ളവരെ. നമുക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറന്നു തന്ന് പിതാവായ ദൈവത്തെ ആരാധിക്കുവാൻ, ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കൽ ചെന്ന് ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു ഭാഗ്യപദവി നമുക്ക് തന്നത് ഈ ഉയരത്തിൽ നിന്നുള്ള ഉദയമാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ, ഉൾത്തടത്തിൽ നമ്മൾ അംഗീകരിച്ചത് കൊണ്ടാണ്. കൃപയാൽ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ കാലങ്ങളായിട്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് കർത്താവിനെ ആരാധിക്കുവാനുള്ള വലിയ ഭാഗ്യവും എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് തന്നിരിക്കുകയാണല്ലോ. അത് കഴിഞ്ഞിട്ട് 1-ാം അധ്യായം 79-ാമത്തെ വാക്യത്തിൽ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം, അടുത്ത വാക്ക്, നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ആ നമ്മയിൽ ആരൊക്കെ ഉണ്ട്? നമ്മെ എന്ന് പറയുമ്പോൾ അവിടെ ഒത്തിരി പേരൊന്നുമില്ല. അല്ലെങ്കിൽ എലിസബത്ത് ഉണ്ട്, അതുപോലെ തന്നെ സെക്കറിയാവുണ്ട്, മറിയയുണ്ട് എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. ആ നമ്മെ എന്ന് പറയുമ്പോൾ ഈ മശിഹയ്ക്ക് വേണ്ടി, ഒരു വീണ്ടെടുപ്പുകാരന് വേണ്ടി കാത്തിരുന്ന ഒരു കൂട്ടം ദൈവജനമുണ്ടായിരുന്നു. അടുത്ത ദിവസം ഞാനത് ദൈവം അനുവദിച്ചാൽ ഞാനത് വിശദീകരിക്കുന്നതായിരിക്കും. ദൈവരാജ്യത്തെ കാത്തിരുന്ന, മശിഹയെ കാത്തിരുന്ന, രക്ഷിതാവിനെ കാത്തിരുന്ന, പക്ഷെങ്കിൽ ആ തേജസ്സിന്റെ കർത്താവിനെ തിരിച്ചറിയാതെ പോയ എത്രയോ പേരുണ്ടായിരുന്നു. അവരെല്ലാം വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക. ഒരാഴ്ചയ്ക്ക് മുമ്പ് അവര് വിളിച്ചതാണ് ആ പ്രവാച, അല്ലെങ്കിൽ ആ അത്യുന്നതന് ആ ഹോസന്ന പാടിയ ദൈവജനമാണ്. പക്ഷെങ്കിൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അവര് വിളിച്ചു പറഞ്ഞു, അതേ നാവ് കൊണ്ട് വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്ക എന്ന്. എന്റെ പ്രിയമുള്ളവരെ, ഇന്നും ഈ തേജസ്സിന്റെ കർത്താവിനെ, ഈ രക്ഷിതാവിനെ തിരിച്ചറിയാതെ പോകുന്ന ഒരു കൂട്ടം പ്രിയപ്പെട്ടവരുണ്ട്. ഒരു പക്ഷെങ്കിൽ ഒരു കൂട്ടം ദൈവജനമെന്ന് അഭിമാനിക്കുന്ന ആളുകളുണ്ട്. ഈ യേശുവിനെ ഞാൻ എങ്ങനെ ആരാധിക്കണം? ഈ യേശുവിനെ ഞാൻ എങ്ങനെ കൊണ്ടുപോകണം? ഈ യേശു ക്രിസ്തുവിനോട് എന്റെ പ്രതിബദ്ധത എന്താണ്? അത് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു. ഈ സെക്കറിയാവ് യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാനിടയായി തീർന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ താൻ എത്ര അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് താൻ ആ കാര്യങ്ങൾ പറയുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അവിടെ അതുപോലെ ഒരു മനുഷ്യൻ, ദൈവാലയത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന്റെ പേരാണ് ശിമയോൻ. അവൻ വയസ്സ് ചെന്ന ഒരു മനുഷ്യനാണ്, വാർദ്ധക്യത്തിലെത്തിയ ഒരു മനുഷ്യനാണ്, ദൈവത്തിന്റെ ആത്മാവുള്ളിലുള്ള ഒരു മനുഷ്യനാണ്, ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. ദൈവത്തിന്റെ ആ രക്ഷയെ കാണാതെ, അല്ലെങ്കിൽ ഈ മശിഹയെ കാണാതെ താൻ മരിക്കത്തില്ല എന്നുള്ളത് ദൈവത്തിന്റെ അരുളപ്പാടിനാൽ തനിക്ക് ലഭിച്ച ഒരു മനുഷ്യനാണ്. ഇതാ യോസേഫും മറിയയും ഈ കൈക്കുഞ്ഞുമായിട്ട് നടന്നു വരികയാണ്. ഇസ്രായേലിന്റെ ആചാരപ്രകാരം, അവരുടെ അനുഷ്ഠാന പ്രകാരം ആൺകുഞ്ഞാണെങ്കിൽ 40-ാമത്തെ ദിവസം കൊണ്ടുവരണം, പെൺകുഞ്ഞാണെങ്കിൽ 80-ാമത്തെ ദിവസം കൊണ്ടുവരണം. അങ്ങനെ 40-ാമത്തെ ദിവസം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവായിട്ട് യോസേഫും മറിയയും ദൈവാലയത്തിലേക്ക് ചെല്ലുകയാണ്. യോസേഫിന്റെ കയ്യിൽ 2 കുറുപ്രാവുകളുണ്ട്, മറിയയുടെ കയ്യിൽ ആ പിഞ്ചു കുഞ്ഞുണ്ട്. ആത്മനിയോഗത്താൽ എന്ന് പറഞ്ഞാൽ അവർ വരുന്നത്, ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായിട്ട് ശിമയോന് ദൈവം അരുളി ചെയ്തു. ആ അരുളപ്പാട് കേട്ട് അവർ ഒരുമിച്ച് ദൈവാലയത്തിലേക്ക് വരികയാണ്. ഇതാ വിറയാർന്ന കരങ്ങൾ ആ മറിയയുടെ മുമ്പിലേക്ക് നീട്ടുകയാണ്. ആ ചുളിഞ്ഞ ആ കരങ്ങളിലേക്ക് ആ പിഞ്ചു കുഞ്ഞിനെ എടുത്തങ്ങോട്ട് വെച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, എനിക്ക് സമാധാനത്തോടെ പോകാനുള്ള സമയമായി എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി സമാധാനത്തോടെയാണ് മരിക്കുന്നത്. യേശു കുഞ്ഞിനെ കയ്യിലേന്തി കഴിഞ്ഞപ്പോൾ, ആ ശിശുമശികയെ കയ്യിലേന്തി കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, എനിക്കിനി സമാധാനമുണ്ട്.
കർത്താവിനെ കിട്ടിക്കഴിയുമ്പോൾ, കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് കഴിയുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് സമാധാനമുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല, സമയം അധികമായതുകൊണ്ട്. അതിനുശേഷം അവരെ അനുഗ്രഹിച്ചു. നീ സകല ജാതികൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. അത് കഴിഞ്ഞിട്ട് ആ മറിയെ അനുഗ്രഹിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിന്റെ സ്വന്തം പ്രാണനിലൂടെ ഒരു വാൾ കടക്കാനായിട്ട് പോവുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? നിന്റെ സ്വന്തം പ്രാണനിലൂടെ ഒരു വാൾ കടക്കാനായിട്ട് പോവുകയാണ്. യോസേഫ് അവിടെ ഉണ്ട്, തൻ്റെ കയ്യിൽ 2 പ്രാവുകളുണ്ട്. ഇവിടെ മറിയ തൻ്റെ കയ്യിൽ ഒന്നുമില്ല. തൻ്റെ കുഞ്ഞ് ആ മനുഷ്യന്റെ അല്ലെങ്കിൽ ശിമിയോന്റെ കയ്യിൽ ഇങ്ങനെ താൻ ഏറ്റെടുത്ത് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു പക്ഷെങ്കിൽ ആ ശിമിയോൻ മറിയയോട് പറഞ്ഞു കാണാം, ദേ നോയിക്കേ, യോസേഫ് ദേ ആ മഹാപുരോഹിതന്റെ അടുക്കിലേക്ക് പോവുകയാണ്, പുരോഹിതന്റെ അടുക്കിലേക്ക് പോവുകയാണ്. ആ യോസേഫിന്റെ കയ്യിലേക്ക് തൻ്റെ കയ്യിലുള്ള ആ നിഷ്കളങ്കമായ ആ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് കൊടുത്തപ്പോൾ, ആ പഴയ നിയമത്തിന്റെ വെളിപ്പാടനുസരിച്ച്, പഴയ നിയമത്തിന്റെ ചട്ടമനുസരിച്ച് ആ പുരോഹിതന്മാരുടെ കയ്യിൽ കൂർത്തുമൂർത്ത നഖങ്ങളുണ്ട്. ആ നഖങ്ങൾ വെച്ച് എങ്ങനെ ഈ പ്രാവിനെ കൊല്ലണം, എങ്ങനെ ഈ പ്രാവിന്റെ രക്തം ആ യാഗപീഠത്തിൽ ഒഴിക്കണം എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് സാധാരണ മൃഗങ്ങളെയൊക്കെ കട്ട് ചെയ്യുവാൻ വലിയ പിച്ചാത്തിയും കൊടുവാളും ഒക്കെ അവിടെ ഒരു പക്ഷെങ്കിലും ഉണ്ടായിരുന്നേക്കാം. എന്നാൽ ഈ പ്രാവിനെ കൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് ന്യായപ്രമാണത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ കൈകൊണ്ട്, ആ നഖം കൊണ്ട് ആ പ്രാവിന്റെ തല എന്ത് ചെയ്യണം? പിരിച്ചു പറിക്കണം. ഓ, എത്രമാത്രം വേദന! ഒരു പക്ഷെങ്കിൽ ആ ശിമയോൻ ചോദിച്ചിട്ടുണ്ട്, ദേ കണ്ടോ, ആ മഹാപുരോഹിതൻ അല്ലെങ്കിൽ ആ പുരോഹിതൻ തൻ്റെ കൂർത്തുമൂർത്ത നഖങ്ങൾ കൊണ്ട് ആ പ്രാക്കുഞ്ഞിന്റെ കഴുത്ത് പിരിച്ചു പറിച്ചത് കണ്ടില്ലേ? കണ്ടു. ഒരിക്കലും സ്വന്തം പ്രാണനിലൂടെ ഒരു വാൾ കടക്കത്തില്ല. കാരണം അതൊരു പ്രാവാണ്. എനിക്കെന്താണ് ഭേദം? എനിക്കെന്താണ് അർത്ഥം? ഒരു പക്ഷെങ്കിൽ ആ മനുഷ്യൻ തിരിഞ്ഞു നോക്കി പറയുകയാണ്, എന്നാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞുണ്ടല്ലോ, ഈ ശിശുമശിഹ, അവനെ മൂപ്പന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ, പടയാളികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ, അവനെ കമിഴ്ത്തി കിടത്തിയിട്ട് അവന്റെ മുതുക് ഉഴവുചാലുകൾ പോലെ നീളത്തിൽ കീറുമ്പോൾ, അവന്റെ കൈകളിലും കാലുകളിലും ആണികൾ അടിക്കുമ്പോൾ, അവന്റെ തലയിൽ മുൾക്കിരീടം ആഞ്ഞടിക്കുമ്പോൾ, അവന്റെ വിലാവ് കുത്തി തുറക്കുമ്പോൾ, നമ്മൾ വായിക്കുന്നു, യോഹന്നാൻ ദൈവാത്മാവിൽ രേഖപ്പെടുത്തി, യേശുവിൻ്റെ അമ്മ ആ ക്രൂശിനരികെ ഉണ്ടായിരുന്നു. ശിമയോൻ പറഞ്ഞ പ്രവചനം അവിടെ നിവർത്തീകരിക്കപ്പെടുകയാണ്. ശിമയോൻ പറഞ്ഞ വാക്കുകൾ അവിടെ നിവർത്തീകരിക്കപ്പെടുകയാണ്. ആ അമ്മയുടെ, ആ മാതൃഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്നുള്ളത്. ഉദയത്തിൽ നിന്ന് ഉയരം ഉയരത്തിൽ നിന്ന് ഉദയം നമ്മളെ സന്ദർശിക്കുമ്പോൾ സ്വന്തം പ്രാണനിലൂടെ ഒരു വാൾ കടക്കണം. വാൾ കടന്നേ പറ്റുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ തകർക്കപ്പെടണം. ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കപ്പെടണം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ പരിപൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, മറിയ പറഞ്ഞ ആ വാക്ക്, എൻ്റെ കർത്താവ്, എൻ്റെ രക്ഷിതാവ്, എൻ്റെ കർത്താവ്, ആ ക്രൂശിന്റെ ചുവട്ടിൽ കണ്ണുനീരോടുകൂടെ മറിയയ്ക്കും അത് തിരിച്ചറിയാൻ കഴിഞ്ഞുവെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദിവസം ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന അനേക ദൈവമക്കളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദിവസം ഉണ്ടായിരുന്നു. ഉയരത്തിൽ നിന്നുള്ള ഉദയം. ഒരു പക്ഷെങ്കിൽ ആ കുഞ്ഞ് ജനിച്ചപ്പോൾ, ആ ശിശുമശിഹ ജനിച്ചപ്പോൾ, മറിയയുടെ ഹൃദയം സന്തോഷം കൊണ്ട് താൻ തുള്ളിച്ചാടിക്കാണും. ഇസ്രായേൽ എത്രയോ കന്യകമാർ അവർ കാത്തിരുന്നു ഒരു മശിഹയുടെ ജനനത്തിന് വേണ്ടി. എന്നാൽ അവളുടെ സ്വന്തം പ്രാണനിലൂടെ വാൾ കടന്നപ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, ഉയരത്തിൽ നിന്നുള്ള ഉദയം നമ്മളെ സന്ദർശിച്ചിട്ടുണ്ട്. അതിന്നും സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ നമുക്കായിരിക്കാൻ കർത്താവ് കൃപ തന്നു. ആ ഉദയത്തെ തിരിച്ചറിഞ്ഞ അനേക പ്രിയപ്പെട്ടവർ ദൈവവചനത്തിലുണ്ട്. അതിൽ ചിലരെ കുറിച്ചൊക്കെ ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. നാഥ, അവരെല്ലാം ആ കർത്താവിനെ തിരിച്ചറിഞ്ഞു. അവരെല്ലാം ആ കർത്താവിനെ അവരുടെ ജീവിതങ്ങളിൽ ഏറ്റെടുക്കുവാൻ അവർ തയ്യാറായി. ഇവിടെ അനേകം പ്രിയപ്പെട്ടവർ ഈ കർത്താവിനെ ഏറ്റെടുക്കുവാൻ ഇടയായി തീർന്നവരുണ്ട്. അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവെ, അങ്ങയെ കണ്ടെത്തുവാൻ, അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് വരുവാൻ എനിക്ക് തന്ന ഭാഗ്യം എത്രയോ വലുതായിരുന്നു. പാട്ടുകാരൻ പാടുന്നത് പോലെ,
ഭാഗ്യനാൾ, ഭാഗ്യനാൾ. എൻ്റെ പാപം എൻ്റെ ദൈവം തീർത്ത ആ നാൾ, ആ ദിവസം, ഞാൻ വീണ്ടും ജനിച്ച ദിവസം, എനിക്ക് വേണ്ടിയുള്ള ഉദയത്തെ ഞാൻ തിരിച്ചറിഞ്ഞ ആ ദിവസം എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇന്നുവരെ ഹൃദയത്തിൽ ഏറ്റെടുക്കാത്ത, ഈ കർത്താവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യാത്ത, വാസ്തവമായിട്ട് രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഇന്ന് ഞങ്ങളെ ശ്രമിക്കുന്നു എങ്കിൽ, പ്രിയ സ്നേഹിത, പ്രിയ സഹോദര, സഹോദരി, കുഞ്ഞേ, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കരുത്. ഈ ഭൂമിയിൽ നിന്ന് ഏത് നിമിഷവും നമ്മൾ മാറ്റപ്പെട്ടേക്കാം. ഇനിയൊരു സുവിശേഷം ഒരു പക്ഷെങ്കിൽ നമുക്ക് കേൾക്കാൻ നമുക്ക് ഇടവന്നില്ല എന്ന് വന്നേക്കാം. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഒരു നിമിഷം ഈ കർത്താവിനോട് നിങ്ങൾ പറയുമോ, കർത്താവേ, എനിക്ക് അങ്ങയെ വേണം, എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ നാഥ, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് വരണമേ നാഥ. അങ്ങയെ ഞാൻ എൻ്റെ കർത്താവും രക്ഷിതാവുമായിട്ട് അംഗീകരിക്കുന്നു. അങ്ങെനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നാഥ. എൻ്റെ ജീവിതം അങ്ങേക്കായിട്ട് സമർപ്പിക്കുന്നു. ദൈവവചനത്തിൽ വായിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം തന്നിരിക്കുകയാണ്. ഈ അധികാര ശബ്ദം, ഈ അധികാരത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ വിനയപ്പെടുത്തുവാൻ കർത്താവ് കൃപ നൽകട്ടെ. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ഞങ്ങളെ വന്ന് കാണണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടുന്ന ദൈവകൃപ ധാരാളമായിട്ട് നൽകട്ടെ. ഈ വചന കേൾവി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടും.